കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ലതും വിലയേറിയതുമായ സമയത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൂരത്തും ചാരത്തുമായിട്ടിരുന്ന ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മനോജ് KC നമ്മോടൊത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്തദാസനെ ഈ രാത്രി വേളയെങ്കിൽ ഞങ്ങൾ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഒന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ കോട്ടയം പാമ്പാടിയിലാണ് താമസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കോട്ടയം പാമ്പാടി. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസന് സഭാചാർജ് ഉണ്ടല്ലോ ഇപ്പോഴും, അല്ലേ? എനിക്ക് സഭാചാർജ് ഇല്ലാതായിട്ട് 37 വർഷമായിട്ട് ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് സുവിശേഷ പ്രവർത്തനം മാത്രം ചെയ്യുക. കവലകളിലും തെരുവുകളിലും അങ്ങനെ ഈ പ്രദേശങ്ങളിലൊക്കെ യാത്ര ചെയ്ത് സുവിശേഷ സംഖ്യ പരസ്യങ്ങളെ കൺവെൻഷന് അതിയായ സുവിശേഷ പ്രവർത്തനങ്ങൾ ആത്മാക്കളെ നേടുക എന്ന് മാത്രമാണ് ലക്ഷ്യമുള്ളത്. അങ്ങനെ പ്രവർത്തിച്ചു വരുന്നു. നമുക്ക് പ്രാർത്ഥനാപൂർവമായിരിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു നിമിഷം കർത്തദാസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നെറ്റ്വർക്ക് നമ്മുടെ സിസ്റ്റം എല്ലാം ദൈവിക കൺട്രോളിങ്ങിലായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു തടസ്സവും കൂടാതെ ഇന്നത്തെ സാക്ഷ്യം നമുക്ക് കേൾക്കണം. പ്രിയ പ്രേക്ഷകരെല്ലാം വളരെ ഉത്സാഹത്തോടെ ആയിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ കർത്താവെ, ഞങ്ങളുടെ അഭിഷിക്തനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ സിസ്റ്റം നെറ്റ്വർക്ക് എല്ലാം അനുഗ്രഹമാക്കണമേ. ഒരു തടസ്സവും ഉണ്ടാകാതെ നന്നായി കർത്താവെ ഇന്ന് ഈ സമയക്കാലം തന്റെ സാക്ഷ്യം പങ്കിടുവാൻ ഇടയാക്കണമേ. തന്നിലൂടെ ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വേലകൾക്കായിട്ടും സ്തോത്രം. കർത്തദാസനെ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവിന്റെ ദാസൻ പരസ്യ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നുവല്ലോ. വളരെ അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷയാണ്. കാരണം ഇന്ന് പലരും താല്പര്യപ്പെടാത്ത ഒരു മേഖലയാണത്. എന്നാൽ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഇത്രത്തോളം കർത്തൃവേലയിലായിരിക്കാൻ ദൈവം സഹായിച്ചതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ കർത്താവിന്റെ ദാസന് വിശ്വാസത്തിലേക്ക് വരുവാനുണ്ടായ കാരണം ഒന്ന് ഓർത്തെടുത്തുകൊണ്ട്, തന്റെ ബാല്യകാലത്തിലെ സ്മരണകളെ ഒക്കെ ഒന്ന് ഓർത്തെടുത്തുകൊണ്ട് തന്റെ സാക്ഷ്യം ഒന്ന് തുടങ്ങിയിട്ടാട്ടെ. കാരണം ഇതിൽ പശ്ചാത്തലത്തിൽ നിന്നാണ് വിശ്വാസത്തിലേക്ക് വന്നതിനുള്ള കാരണങ്ങൾ ഒന്ന് പറഞ്ഞ് സാക്ഷ്യങ്ങൾ തുടങ്ങാം. കർത്താവിന്റെ വലിയ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം എനിക്ക് ഇടയാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സർവകൃപാലുവായിരിക്കുന്ന ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു അവസരം എനിക്ക് ഒരുക്കി തന്ന കർത്താവിന്റെ ദാസിക്ക് ബീന തോമസ് അവർക്ക് പ്രത്യേകമായ നന്ദിയും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാരംഭമായി ഓർപ്പിച്ചുകൊണ്ട് ദൈവം എനിക്ക് ചെയ്ത, എൻ്റെ ജീവിതത്തിൽ ചെയ്ത അനുഭവങ്ങളെ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിന് ശരണപ്പെട്ടു. ഏകദേശം 37 വർഷത്തോളമായി കർത്താവിന്റെ വേലയിലായിട്ട് 1987 പായിപ്പാട് ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിൽ പഠിച്ച് കർത്താവിന്റെ വേലയിലായിരിക്കാൻ വലിയ ഭാഗ്യം ദൈവം എനിക്ക് തന്നു. എൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത് നന്നാ ചെറുപ്പത്തിലെ കർത്താവിനെ സ്വീകരിക്കാനുള്ള വലിയ ഭാഗ്യം ലഭിച്ചു എന്ന് പറയുന്നതാണ് അതിൻ്റെ ഏറ്റവും ഉദാത്തമായ അഭാവം. കാരണം ഒരു CSI പശ്ചാത്തലത്തിലായിരുന്നു ജനിച്ച് വളർത്തപ്പെട്ടത്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 2 മക്കളാണുള്ളത്. മാതാവും പിതാവും മരിച്ചിട്ട് വർഷങ്ങളേറെയായി. സ്വന്തം നാട് എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ മുണ്ടക്കയം നിന്നും 14 കിലോമീറ്റർ അകലെയുള്ള ഇളങ്കാട് എന്ന് പറയുന്ന സ്ഥലമാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് കോട്ടയം പാമ്പാടിയിൽ ആണ്. ബാല്യകാലം എന്ന് പറയുമ്പോൾ എൻ്റെ പിതാവ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അതുകൊണ്ട് തന്നെ
ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ നാമം കൊണ്ട് മാത്രം നസ്രാണിയായിരുന്നു എന്ന് വേണം പറയുന്നത്. അതുപോലെ എൻ്റെ അമ്മയും അങ്ങനെ പള്ളിയിലൊക്കെ പോകുമ്പോൾ തന്നെയും വ്യക്തിപരമായ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കറിയാം അത് വളരെ പ്രയോജനകരമല്ലായിരുന്നു. എന്നാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 70കളിൽ നിത്യത്തിൽ വിശ്രമിക്കുന്ന സുവിശേഷകൻ ആശാരി ഉപദേശി ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്ന് ഒരു സുവിശേഷ യോഗം വെച്ചത് ഞാൻ ഓർക്കുന്നു. ആ സുവിശേഷ യോഗങ്ങളിൽ ഞങ്ങളെല്ലാം പോവുകയും ഞാനും എൻ്റെ പെങ്ങളും ഒക്കെ പോയി സുവിശേഷം കേട്ടു. പെങ്ങൾ കർത്താവിനെ അറിയാൻ ഇടയായി തീർന്നു. അങ്ങനെ യേശുക്രിസ്തുവിനെ അറിയാനുള്ള വലിയ ഭാഗ്യം കിട്ടി. അതോടൊപ്പം തന്നെ ഞാൻ വളരെ ചെറുപ്പമാണ്. ഇടയ്ക്ക് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ പെങ്ങൾ 74 വയസ്സുള്ളവളായി നിത്യതയിൽ ചേർക്കപ്പെട്ടു. ഞാൻ ചെറുപ്രായത്തിലെ കർത്താവുമായിട്ടുള്ള ആ നല്ല സുവിശേഷ പ്രവർത്തനത്തിൽ ഉള്ള ഒരു മനോഭാവം എനിക്ക് ഉണ്ടായി. ചെറുപ്രായത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ ഞാൻ ഓർക്കുന്നു, എമോസ് ബൈബിൾ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു പഠിത ശാഖ ഉണ്ടായിരുന്നു. സ്കൂളിൽ വെച്ച് തന്നെ വചനം പഠിക്കുവാനുള്ള ഒരു ത്വര എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ആ കോഴ്സൊക്കെ പഠിക്കേണ്ടിയിരുന്നു. ഏകദേശം 1984 ഞാൻ കർത്താവിനെ രക്ഷിതാകർത്താവായി സ്വീകരിച്ചതും താമസം പിന്നെ എനിക്ക് കർത്താവിന്റെ ജനത്തിൽ സാക്ഷീകരിക്കാനുള്ള അവസരം ദൈവം ഒരുക്കി. അപ്പോൾ ചെറുപ്രായത്തിലെ ദൈവസഭയിലുള്ളതായിരിക്കുന്ന കൂട്ടായ്മകളിലും സൺഡേ സ്കൂളിലും അതുപോലെ തന്നെ IPCയിലായിരുന്നു, PIPയിലും ഒക്കെ അതുപോലെ തന്നെ ദൈവദാസന്മാരോട് ചേർന്ന് ചെറുപ്രായത്തിലെ സുവിശേഷീകരണത്തെ കുറിച്ചുള്ള ആ വലിയ താല്പര്യം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഞാൻ ഈ കൂട്ടത്തിൽ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? കാലഘട്ടത്തിലൊക്കെ നമ്മൾ CSI ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ ആശാരി ഉപദേശിയുടെ പ്രാർത്ഥനകൾക്കും കാര്യങ്ങൾക്കും പോകുമ്പോൾ വീട്ടിൽ നിന്നും പ്രതികൂലങ്ങളോ തടസ്സങ്ങളോ, പ്രത്യേകിച്ച് പിതാവ് ഒരു പാർട്ടി പ്രവർത്തകനൊക്കെ ആയിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ നേരിട്ടിട്ടുണ്ടോ? ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് എനിക്കറിയത്തില്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും സത്യത്തിൽ അവർ ഒന്നിനും വിലക്ക് പറയാറില്ല. കാരണം എൻ്റെ പിതാവ്, എൻ്റെ പെങ്ങൾ ആദ്യം ഇങ്ങനെ വന്ന് സുവിശേഷം കേട്ടു, രക്ഷിതാവും കർത്താവുമായ യേശുവിനെ സ്വീകരിച്ചു, മാലയും കമലൊക്കെ സ്വർണ്ണമൊക്കെ ഊരിക്കൊണ്ട് അമ്മയുടെ കൂടത്ത് പോയപ്പോൾ അമ്മ എതിര് പറഞ്ഞെങ്കിലും പിതാവ് എതിര് പറഞ്ഞിട്ടില്ല. അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരിക്കാം ഒരുപക്ഷെങ്കിൽ. അമ്മ മാത്രമാണ് എതിര് പറഞ്ഞത്. കാരണം ഈ കമ്മലും മാലയൊക്കെ ഊരി കഴിഞ്ഞാൽ കെട്ടിയതാ കെട്ടിക്കാത്ത ഏതാന്നൊക്കെ അറിയത്തില്ലാത്ത നിലയിൽ നടക്കും. തന്നെയുമല്ല ഇനി ഒരു കല്യാണമൊന്നും വരത്തില്ല എന്നുള്ള ആ ഒരു പ്രതിഷേധം അമ്മയ്ക്കുണ്ടായിരുന്നു. പിതാവ് പറഞ്ഞത് അവൾ പോയത് നല്ല പാതയിലാണ്, അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോ ഞാൻ തുറന്നോട്ടെ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ സുവിശേഷീകരണത്തിൽ ദൈവദാസന്മാരോട് ഒരുമിച്ച് നന്നായി ചെറുപ്രായത്തിലെ കർത്താവിന് പേര്. ഞങ്ങളുടെ നാടെന്ന് പറയുന്നത് മലകളാണ്. കോട്ടയം ജില്ലയുടെയും ഇടുക്കി ജില്ലയുടെയും സംഗമ കേന്ദ്രം. അപ്പം അവിടെയുള്ള മലകളിലൊക്കെ പോയി കിലോമീറ്ററുകൾ നടന്ന്, ഇന്നത്തെ കാലത്തെ പോലെ സൗകര്യങ്ങളോ വിളക്കുകളോ എന്നാലും ലൈറ്റുകളോ ഒന്നുമില്ല. ഈ പന്തമൊക്കെ ഉണ്ടാക്കി, എന്താ മണന പന്തങ്ങളൊക്കെ ഉണ്ടാക്കി, പെട്രോമാക്സ് ഒക്കെയാണ് ഏറ്റവും വലിയ പ്രകാശ സ്രോതസ് എന്ന് പറയുന്നത്. ഞാൻ ഓർക്കുകയാണ്, അങ്ങനെ ഒത്തിരി ചെറുപ്രായത്തിലെ കർത്താവിന്റെ പേരിലേക്ക് ചുവടുകൊടുക്കാൻ സാധിച്ചുകൊണ്ട് അത് അറിഞ്ഞ്, കാരണം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആ സ്നേഹവും യേശുക്രിസ്തുവിനുള്ള ബന്ധത്തിലേക്ക് വരുവാനുള്ള വലിയ ഭാഗ്യം ലഭിച്ചു. അതൊരു വലിയ പ്രചോദനമായിരുന്നു. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് അങ്ങനെ ചെറുപ്രായത്തിലെ കർത്താവിനെ സേവിക്കാനുള്ള വലിയ ലക്ഷ്യം എന്താണ്, സുവിശേഷീകരണം എന്താണ്, യേശുക്രിസ്തുവിനുള്ള ബന്ധം എന്നൊക്കെ മനസ്സിലാക്കി. അതേപോലെ എനിക്ക് ഈ സമയം ഓർക്കാതിരിക്കാൻ പറ്റുന്നില്ല, അദ്ദേഹം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ CSIയിലാണ് നിൽക്കുന്നെങ്കിലും സുവിശേഷീകരണത്തിന്റെ ഇന്ന് കാണുന്ന പോലെ ആ പ്രവർത്തനങ്ങളൊക്കെ വളരെ ശക്തമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കർത്താവിലേക്ക് വന്നപ്പോൾ അന്ന് ഇപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ കൂടെ പള്ളിയിൽ ഉണ്ടായിരുന്ന അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലാണ്. അദ്ദേഹം ആണ് എന്നെ വാസ്തവത്തില് എന്നെ എപ്പോഴും പറയാറുണ്ട്, സുവിശേഷങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ
ദൈവസഹായം എന്ന് പറയുന്നത് അതെന്റെ ജീവിതത്തിൽ വലിയ, കാരണം മുഴുവൻ വാക്കില്ല, എന്നും അത് ശക്തമാണ്. അപ്പോൾ ഈ ട്രാക്ട് കൊടുക്കുവാൻ ഞാൻ അങ്ങനെ അദ്ദേഹം കുഞ്ഞുവച്ച എന്ന് പറയും, അദ്ദേഹം ആണ് എന്നെ ഈ സുവിശേഷത്തിൽ ട്രാക്ട് കൊടുക്കാൻ പഠിപ്പിച്ചു. അതൊരു വലിയ ഭാഗ്യം. അതിനുശേഷം ഞാൻ ഒരു ഭരണഭൂമിയിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ വീട് ചെറിയ വീടായിരുന്നു. ഈ ഉള്ള ട്രാക്ടറെല്ലാം കൊണ്ടുവച്ച് ഞാൻ കൊടുക്കുന്ന കൂടാതെ സഭയിലുള്ള ആൾക്കാർക്ക് കൊടുക്കുക, ഞാൻ പോവുക, അതിൻ്റെ ഒരു വലിയ അങ്ങനെ താല്പര്യമായിരുന്നു. അങ്ങനെ ഞാൻ ആ നിലയിൽ സുവിശേഷത്താൽ പിടിക്കപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്രായം തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ, UP സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് അങ്ങനെ വചനം പഠിക്കാനുള്ള ഭാഗ്യം കിട്ടി. അന്ന് തൊട്ട് എന്നെ അറിയപ്പെടുന്ന ഒരു ബന്ധുക്കാരനാണ്. അങ്ങനെയുള്ളൊരു ഒരു നല്ല പേരെനിക്കുണ്ട്. അങ്ങനെ എപ്പോഴും ഞാൻ ഓർക്കുന്നത്. അങ്ങനെ ഞാൻ സുവിശേഷം 10ാം ക്ലാസ് വരെ പഠിച്ചപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഹൈസ്കൂളിൽ പോകണം എന്നുള്ള ചിന്തയില് ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. അന്നത്തെ ചിന്തയല്ലേ, തെറ്റൊന്നും ആയില്ല, ഗുണവും തന്നെയുണ്ട്. അങ്ങനെ ഞാൻ പായിപ്പാട് ന്യൂ ഇന്ത്യ കോളേജിൽ പഠിക്കാനുള്ള ആഗ്രഹത്തെ ഞാൻ അതിന്റെ അപേക്ഷ എഴുതി അയച്ചു. എനിക്കത് തിരികെ വന്നു. പക്ഷെ ഇന്റർവ്യൂ അന്ന് എനിക്ക് പോകാൻ സാധിച്ചില്ല. എനിക്ക് പകരം വേറെ ആൾ പോയി അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് അവിടെ അഡ്മിഷൻ ലഭിച്ചു. അങ്ങനെ ഞാൻ അവിടെ പഠിക്കുകയും, ഞാൻ ഓർക്കുന്നു സ്കൂളിൽ പഠിക്കാതിരുന്ന കാലത്ത് എനിക്ക് എൻ്റെ മാതാവോ പിതാവോ ആരും പറഞ്ഞിട്ടല്ല ഞാൻ പോയത്, എൻ്റെ സ്വന്തമായിട്ട് തീരുമാനം, ആരുടെയും പ്രേരണ കൂടാതെ. അതുകൊണ്ട് പലവിധമായ ബുദ്ധിമുട്ടുകളുണ്ട്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഡ്രസ്സിന്റെ ഭാഗത്ത് എനിക്ക് പണ്ട് തൊട്ടേ ഈ ഡ്രസ്സിനോടൊന്നും വലിയ കമ്പമില്ലാത്ത ആളാണ്. ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് മതി. അപ്പം ഞാൻ ഓർക്കുന്നു, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അവിടെ പഠിക്കുവാൻ ദൈവം സഹായിച്ചു. അതിനുശേഷമായിട്ട് കർത്താവിന്റെ വേലയിൽ സ്വന്തം നാട്ടിൽ തന്നെ, സ്വന്തം ദേശത്ത് തന്നെ പ്രവർത്തിക്കാനുള്ള വലിയ ഭാഗ്യം ലഭിച്ചു. എന്ന് പറഞ്ഞാൽ അന്ന് തൊട്ട് ഇന്നു വരെ വാസ്തവത്തിൽ സുവിശേഷീകരണത്തെ കുറിച്ച് മാത്രമേ എനിക്ക് ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ. അത് മാത്രമേ ഞാൻ ചെയ്തിരുന്നുള്ളൂ. അങ്ങനെയുള്ള ആ ഒരു തീരുമാനം ഇന്നുവരെ മാറ്റേണ്ടതായിട്ട് വന്നിട്ടില്ല. അത് ഞാൻ ആദ്യം ഓർപ്പിച്ചത് 37 വർഷത്തിലധികം മാറ്റി. അതിനിടയ്ക്ക് ഞാൻ പഠിച്ചതിന് ശേഷം, പാട്ട് പഠനത്തിന് ശേഷം നാട്ടിൽ പ്രവർത്തിച്ചു, ദേവാസ്മാരുടെ കൂടെ നടന്ന് പ്രവർത്തിച്ചു. അതിനുശേഷം വടക്കേ ഇന്ത്യയിൽ ഇന്ത്യൻ യുവാധിക ടീമിന്റെ ബന്ധത്തിൽ അവിടെ പോയി പ്രവർത്തിക്കാൻ കുറച്ച് നാളെ സാധിച്ചു. അതിനുശേഷം 91 മടങ്ങി വന്നിട്ട് ഞാൻ ഒരു സുവിശേഷ പ്രവർത്തനം നടത്തണം എന്നതിന് ഒരു പ്രയർ ഗ്രൂപ്പ് ആരംഭിച്ചു. അതിനുശേഷം ഗോസ്പൽ ടീം ഒക്കെ ചിന്തയിൽ വന്നു, അതൊക്കെ ചെയ്തു. ഇന്നും ആ അഡ്രസ്സിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ആ കാലങ്ങളിൽ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ പല നിവാസന്മാർ എന്റെ സ്നേഹിതരും പറഞ്ഞു, ഇതൊക്കെ കുറച്ചു നാളത്തേക്കുള്ള ഒരു സന്തോഷത്തോടുകൂടെ, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ്, അത് കഴിഞ്ഞ് എവിടെയെങ്കിലും ഇറങ്ങി കൂടി പോകുമെന്ന് പറഞ്ഞാൽ എന്റെ കർത്താവ് നാളെതുവരെയും നടത്തി എന്നുള്ളത് പറയുന്നത് എനിക്ക് വലിയ സന്തോഷം. കാരണം കർത്താവിന്റെ വേല ഞാൻ ഓർക്കുന്നു. ഹൈസ്കൂളിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ അന്നത്തെ ഞങ്ങളെ വാർഡനാണ്, അതുപോലെ തന്നെ ഞങ്ങളെ ഡീനൊക്കെ ആയിട്ട് ദേവാസൻ അബ്രഹാം മാത്യു സാർ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയും, ഇടാ, വെള്ളിച്ചെരുപ്പിന്റെ മാർഗമല്ല സുവിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഓർക്കും. ആ ദിവസം ചെന്നതിന് തന്നെ എനിക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ തോന്നി. കാരണം നിയമങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മുട്ടുകാൽ ഇടിച്ചു. കാരണം ഭയപ്പെടും. കാരണം അദ്ദേഹത്തിന്റെ ഒരു നോട്ടം പോലും എനിക്കെന്നല്ല എല്ലാവർക്കും. പക്ഷെങ്കിൽ അതെല്ലാം സഹിച്ചു നിന്നതുകൊണ്ട് ഞാൻ ഇന്ന് ഓർക്കുന്നു, കർത്താവിന്റെ സാക്ഷ്യവുമായി കർത്താവിന്റെ വേലയിൽ കർത്താവ് അയച്ചിടത്തല്ല ഇന്ന് ഞാൻ ചെയ്യുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാറി മാറി താമസിച്ചുകൊണ്ട്, വാടക വീടുകളിൽ താമസിച്ചുകൊണ്ട്, എല്ലായിടത്തും വീട് വാങ്ങിക്കാൻ പറ്റുന്നു. അവിടെ പറയുന്ന ഭൂമിയിൽ സ്വന്തം വീടില്ല, അത് വേറെ സത്യം, അതങ്ങനെ നിൽക്കട്ടെ. അപ്പം ഈ ലക്ഷ്യം, എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനെ ഉയർത്തുക, രക്ഷിക്കപ്പെടുന്നവരെ അടുത്ത സഭകളിൽ ചേർത്തിട്ട് അവിടുന്ന് മാറിപ്പോകുക. അപ്പൊ ഞാൻ ബാല്യകാലത്തെ കുറിച്ച് പറഞ്ഞു വരുന്നത്, ഇങ്ങനെ വന്നുപോയി. അപ്പൊ ബാല്യകാലത്തിൽ അങ്ങനെ ആ വേലയിൽ വ്യാപൃതനാകുവാനുള്ള ഭാഗ്യം കിട്ടി. അതിൽ ഒത്തിരി ആളുകൾ എന്നെ ആ നിലയിൽ പ്രാർത്ഥനയിലും
ഞാൻ ഓർക്കുന്നു എൻ്റെ വീട്ടില് പ്രാർത്ഥന, പ്രയർ ഫെലോഷിപ്പ്, പ്രാർത്ഥനാ കൂട്ടം. അങ്ങനെ ആ പ്രാർത്ഥനയിൽ കൂടെ അനേകർ കർത്താവിന്റെ വേലയിൽ ഇന്നും ഉണ്ട് എന്ന് പറയുന്നത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. അത് അനേകർക്ക് വിടുതലുണ്ടായി, അനേകർക്ക് വലിയ സന്തോഷമുണ്ടായി, അവര് രക്ഷയ്ക്ക് കാരണമായി തീർന്നു. അങ്ങനെ ഒക്കെ പ്രവർത്തിപ്പാൻ കർത്താവ് സഹായിച്ചു. ഞാൻ പറഞ്ഞല്ലോ, അതിനുശേഷമായിട്ട് ഞാൻ ഹൈസ്കൂൾ പഠനം കഴിഞ്ഞു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ യാത്ര ചെയ്യുവാനും കർണാടകത്തിലും അതുപോലെ തന്നെ നാഗപ്പൂര് ഇങ്ങനെ അസാമിലൊക്കെ പോയി പ്രവർത്തിക്കാനുള്ള വലിയ ഭാഗ്യം കിട്ടി. എന്നാൽ ഞാൻ വീട്ടിലെ ഒരു മകനായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നത്. വിധമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ നാട്ടിലേക്ക് തിരികെ വന്നു. നാട്ടിൽ തിരിച്ചു വന്നിട്ട് ഞാൻ ആരംഭിച്ച പ്രവർത്തനം ഇന്നും എന്നോട് കൂടെ 8-10 സഹോദരന്മാരുണ്ടായിരുന്നു. പക്ഷെ അവരുടെയൊക്കെ ലക്ഷ്യം സുവിശേഷീകരണമല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഓഫീസൊക്കെ ഇട്ടിരിക്കണം. ഞാൻ വ്യത്യസ്തനായിരുന്നു. അന്നും ഞാൻ ഓർക്കുകയാണ്, ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, അന്നും വേഗനാണ്, ഇന്നും വേഗനാണ് എന്ന് പറഞ്ഞാൽ സുവിശേഷ പ്രവർത്തനത്തിൽ ആ ലക്ഷ്യത്തിൽ. പക്ഷെങ്കിൽ കർത്താവ് എനിക്ക് തന്ന കുടുംബം എന്നോടുകൂടെ ശക്തമായി കർത്താവിന്റെ വേലയിൽ പ്രേരപ്പെടുവാൻ ഇടയായി തീർന്നു. പറയുമ്പോൾ എല്ലാം പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു മകളാ ഉള്ളത്. അവള് കർത്താവിന് 30 വയസ്സ് കഴിഞ്ഞു. കർത്താവിന്റെ വേലയിലാണ്. ഇടയ്ക്കൊരു കാര്യം കയറി പറയണം. കാരണം ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മരുമകൻ പെട്ടെന്ന് എറണാകുളത്ത് ഒരു ശുശ്രൂഷയില് ഒരു കോൺഫറൻസിൽ നടത്തുന്നു. അദ്ദേഹം പോയി പങ്കെടുത്ത് പെട്ടെന്ന് ധ്യാനിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പുറകോട്ട് വീഴുകയും തലയിടിച്ചു എന്നാണ്. പക്ഷെ എങ്ങനെയാണെങ്കിലും ഇന്ത്യയിൽ ബ്ലീഡിങ് ഉണ്ടായി. ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്തിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. അങ്ങനെ ഒരു ഭാരം ഇതിനിടയ്ക്ക് ഉണ്ട്. അതിനിടയ്ക്കാണ് താരദാസിയോട് പറഞ്ഞു ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, രാജേഷിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാന് കൂട്ടത്തിൽ പാസ്റ്ററെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് ചിന്തിച്ചാണ് മോന്റെ വിവരം അന്വേഷിക്കാഞ്ഞത്. സർജറി കഴിഞ്ഞല്ലോ അല്ലേ? സർജറി കഴിഞ്ഞു, വിശ്രമിക്കുന്നു, കുഴപ്പമില്ല. പക്ഷെ അത് ഞങ്ങളുടെ മാനസികമായി ഒരു ഭാഗത്ത് തളർച്ച ഉണ്ടാക്കിയാലും ഇത് കർത്താവിൽ പ്രയോജനപ്പെടും. ഞാനിങ്ങനെ പറഞ്ഞപ്പോ എന്റെ വൈഫ് എന്നോട് പറഞ്ഞു, അച്ഛാ കൊച്ചിന്റെ കാര്യം പറയണം. ഞാൻ പറഞ്ഞത് സന്ദർഭശാൽ വന്നാൽ പറയാന്ന് പറഞ്ഞു. അങ്ങനെ തീർച്ചയായിട്ടും ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല, പരീക്ഷയോടുകൂടി നീക്കുപോക്ക് നൽകുന്നവനുമാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ പലവിധത്തിലുള്ള ശോധനകള് നമ്മളെ ഒന്നുകൂടി ദൈവം പുതുക്കുകയും നമ്മുടെ ജീവിതത്തിൽ പലവിധ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും കാരണമാക്കുകയും ചെയ്യേണ്ടതിനാണ്. എൻ്റെ ജീവിതത്തിലെ പല അനുഭവങ്ങളും, എനിക്ക് പല രോഗങ്ങളും ഒക്കെ വന്നത് ഞാൻ പിന്നീട് ചിന്തിക്കുമ്പം അത് വന്നത് ജീവിതത്തിൽ നന്മയ്ക്കായി എന്ന് എനിക്ക് പറയുവാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരും ചോദിക്കും അത് എന്തുകൊണ്ടെന്ന്. പക്ഷെ എൻ്റെ ജീവിതത്തിലെ പല വിധത്തിൽ ഞാൻ നോക്കിയിട്ട് എൻ്റെ ശുദ്ധീകരണത്തിനും എൻ്റെ ജീവിതത്തിലെ പലവിധമാകുന്ന ഒരു ചുവടുകൾ മാറ്റി വെക്കേണ്ടതിനും ജീവിതത്തിലെ പലവിധമായ കാര്യങ്ങൾക്കായിട്ട് സംഭവിക്കാൻ ഇടയായിട്ടുണ്ട്. വാസ്തവം ആ ഒരു ലെവലിൽ നന്മയ്ക്കായിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരപകടം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യ സഹജമായി ദുഃഖമുണ്ടാകുന്നുവെങ്കിലും ദൈവം അറിയാതെയല്ലല്ലോ സംഭവിക്കുന്നത്. അതിൽ അങ്ങനെ ഒരു വാക്കിൽ പറഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇതിനകത്ത് കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ കർത്തദാസൻ ഈ സാക്ഷ്യം പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കും അതൊരു ബലമായി മാറും. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊന്ന് ഇടപെട്ടത്. കർത്താവിന്റെ ദാസനെ തുടരാം. ഞാൻ പറഞ്ഞു വന്നത്, മോനങ്ങനെ ഇപ്പോൾ കുഴപ്പമില്ല. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുന്നതിൽ, മോനെ ഓർക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രാർത്ഥന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞത് ഇങ്ങനെ എനിക്ക് ഒത്തിരി മറവിയുണ്ട് കേട്ടോ. ഒത്തിരി ഞങ്ങൾ കുടുംബത്തെ കുറിച്ച് പറഞ്ഞു വന്നത്. ഞങ്ങൾ കർത്താവിന്റെ വേലയിൽ എല്ലാം പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു മകൾ അവളെന്ന് പറഞ്ഞു. അവളുടെ കർത്താവിന്റെ കാര്യം പറഞ്ഞു. ഞങ്ങൾക്കൊരു അവനൊരു മോളുണ്ട്, മോനുണ്ട്, കുഞ്ഞ് 5 വയസ്സായി. ഞാൻ എൻ്റെ ഭാര്യയുടെ പേര് ഷാഹിന മാത്യു എന്നാണ്. ഞാനത് പറഞ്ഞില്ലല്ലോ. മകളുടെ പേര് എൽസ മനോജ് എന്നാണ്. ഇപ്പൊ ഭർത്താക്കന്മാരുടെ പേരാണ് പറയത്തില്ലല്ലോ. ഷാഹിന മാത്യു എന്ന് പറയുന്നത് ഷാഹിനയുടെ പേര് അങ്ങനെയാണ്. മനോജ് ഞാൻ ചേർക്കാറുണ്ട്. അല്ലെങ്കിൽ തന്നെയും എനിക്ക് ഭാര്യയുടെ പേരിന്റെ കൂടെ എൻ്റെ പേര് ചേർക്കുന്നതിന് താല്പര്യമില്ല. നല്ലൊരു ഭാഗവും അവരുടെ മാതാപിതാക്കളാണല്ലോ അവരെ വളർത്തിയത്. നിയമപരമായിട്ട് അങ്ങനെ തന്നെയാണ്. അപ്പോ ഞാൻ പറഞ്ഞത്, എൻ്റെ ജീവിതത്തിലെ ഒത്തിരി വേദനകൾ കൂടെ കടന്നു പോയൊരു വ്യക്തി, ഒത്തിരി വേദനകൾ.
ഇപ്പോഴുണ്ടായ വേദന മാത്രമല്ല, സത്യത്തിൽ ഞാൻ ഇന്ന് പകലിൽ ചിന്തിച്ചു, ഞാൻ ജീവിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. കാരണം തകർന്നു പോകാഞ്ഞത് കർത്താവ് പരിപാലിക്കുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ മുന്നിൽ ചിരിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിലും ഞാൻ ചിലപ്പോൾ ഓർക്കും എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അടുത്ത ക്ഷണത്തിൽ സുവിശേഷത്തെ കുറിച്ചുള്ള ആ വലിയ തീവ്രത വരുമ്പോൾ അതെല്ലാം മറക്കും. എനിക്ക് എൻ്റെ അടുത്തിരിക്കുന്ന ഒരു സൗണ്ട് സിസ്റ്റം ചെറുതാണ്. ഇത് വ്യക്തമായി നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എനിക്ക് കഫക്കെട്ടുണ്ട്, ഭയങ്കര അസ്വസ്ഥതയുണ്ട്, പനിയൊക്കെ ആവും ഞാൻ ഓർത്തെങ്കിലും വന്നില്ല. അപ്പൊ അത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ അത് വെച്ചിരിക്കുന്നത്. അത് വെക്കാൻ ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ചെറുപ്രായത്തിലെ ഞാൻ പറഞ്ഞല്ലോ, എന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുന്നു, സ്കൂളിൽ പോകുമ്പോൾ അത് ഞാൻ ഇടക്കേറി പറയാണ്, അന്ന് ഞാൻ ഏകാന്തതയാ. ദോഷമായിട്ടുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒറ്റയ്ക്കുള്ള ജീവിതം. അപ്പൊ ഇന്നും അങ്ങനെ ഒത്തിരി ഒറ്റപ്പെടൽ എനിക്കുണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 9 വർഷം മുമ്പ് ഒരു ഒറ്റപ്പെടൽ എനിക്കുണ്ടായി. അത് ഞാൻ പറയുന്നത്, എൻ്റെ ഭാര്യ അച്ഛമ്മയുടെ മമ്മി നിത്യതയെ ചേർക്കപ്പെട്ട ഒരു സംഭവം. അപ്പോഴേക്കും ഇപ്പോൾ ആള് രണ്ടാമത് ആള് വന്നയാളാണ്. 8 വർഷം കഴിഞ്ഞു എന്നോട് ഉണ്ട്. ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒത്തിരി വേദനകൾ. പക്ഷെങ്കിൽ അവിടെ ഒന്ന് തകരുവാൻ ദൈവം ഇടയാക്കിയില്ല. ഞാൻ പറഞ്ഞു, പത്തനാപുരത്ത് താമസിച്ചുകൊണ്ട് സുവിശേഷ പ്രവർത്തനം ചെയ്യുമ്പോഴാണ് മോടെ മമ്മി മരിക്കുന്നത്. അപ്പൊ എൻ്റെ ഒരു സ്നേഹിതനോട് പറഞ്ഞു, പാസ്റ്റർ ഒറ്റയ്ക്ക് വിശ്രമിക്കുന്നത്. അപ്പൊ മോളൊന്ന് ഇടയ്ക്ക് കയറി ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മകൾ മണക്കാലായി നിന്നും BD കോഴ്സ് എടുത്തു. അതിനുശേഷം കോയമ്പത്തൂര് നിന്ന് MA ക്രിസ്ത്യൻ കൗൺസിൽ എടുത്തു. ഇവിടെ ആഗ്രഹമായിരുന്നു, കാരണം ഞങ്ങളുടെ കൂടെ തെരുവിൽ കൂടെ സുവിശേഷം പറഞ്ഞ് നടക്കുന്നത് കൊണ്ട് അനേക കുഞ്ഞുങ്ങളുടെ വീടുകളുടെ വിഷയങ്ങൾ കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി, എനിക്ക് കൗൺസിലിംഗ് പഠിക്കണം. അങ്ങനെ അവള് 1ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ മമ്മി നിത്യതയെ ചേർക്കപ്പെട്ടത്. അതിനിടയ്ക്ക് തന്നെ അവൾ 6 മാസം അവളെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ അവളുടെ മമ്മി മരിക്കേണ്ടതായിരുന്നു. ഹൃദയത്തിന് വാൽവ് ചുരുങ്ങി. പക്ഷെ അത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ മെഡിക്കൽ കോളേജിൽ വെച്ച് എൻ്റെ സഹോദരനോട് പറഞ്ഞു, ഈ ആശുപത്രി ഞാൻ എൻ്റെ ഭാര്യയായിട്ടും മകളും ഒക്കെ ആയിട്ട്. അപ്പോൾ അവിടുന്ന് ദൈവം പ്രാർത്ഥിച്ച് സൗഖ്യം തന്നു. അതിന് 24 വർഷം അവളെ വളർത്തിയതിനു ശേഷമാണ് അവൾ നിത്യതയെ ചേർന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മകളുടെ സാക്ഷ്യം പിന്നീട് അവൾ പുറകെ വരാൻ സാധ്യതയുണ്ടെങ്കിലും ഞങ്ങൾ പറയുകയാണ്, അവൾക്ക് 1 വയസ്സായപ്പോൾ അവിടെ തലച്ചോറിൽ ബ്ലഡ് ക്ലോട്ടായിട്ട് അവളുടെ ഒരു വശം തളർന്നുപോയി. 4 വയസ്സ് വരെ അവൾ സംസാരിക്കുകയോ നടക്കുകയോ ചെയ്തില്ല. ആംഗ്യ ഭാഷയിൽ കൂടെയാണ് അവൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് അവൾ സംസാരിച്ചത്. ഒരു മന്ദബുദ്ധിയായി തീരേണ്ട കുഞ്ഞാണ്. പക്ഷെങ്കിൽ അവൾക്ക് നന്നായി പഠിക്കുവാൻ, ദൈവദിനം പഠിക്കുവാൻ അവൾ ഇപ്പോൾ നമ്മുടെ UAE ഫുജറ എന്ന സ്ഥലത്ത് IPCയിലെ പാസ്റ്റർ MV സൈമൺ അവർ നടത്തപ്പെടുന്ന ഗീഹോൻ തിയോളജി സെമിനാരിയിലെ ഒരു ടീച്ചറാണ്. ഓൺലൈനാണത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, കൗൺസിലിംഗ് പഠിപ്പിക്കുന്നു. മന്ദബുദ്ധിയായി തീരേണ്ട കുഞ്ഞിനെ കർത്താവ് കരങ്ങളിൽ ഉപയോഗിച്ചു. അതിന് ദൈവത്തിന് മഹത്വം, സ്തോത്രം. മരിച്ചു പോകേണ്ട അമ്മയുടെ ഉദരത്തിൽ വെച്ച് മരിക്കേണ്ട അമ്മയും മകളും മരിക്കേണ്ട സ്ഥാനത്ത് മരിക്കാതെ ദൈവം ജീവിപ്പിച്ചു. അതിനും കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം അവൾ ഉദരത്തിൽ ഒഴിവായപ്പോൾ ഞാൻ മാതാവിന്റെ ഉദരത്തിൽ കൈവച്ച് പറഞ്ഞു, ഇതാണായാലും പെണ്ണായാലും കർത്താവേ അവിടുത്തെ വേലയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്ന് സമർപ്പിച്ചു. പക്ഷെങ്കിൽ ഞാൻ എപ്പോഴും ചിന്തിച്ച് ധൈര്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ അവനെ മുടിക്കുവാൻ പിശാച് നോക്കിയെങ്കിലും ദൈവത്തിന്റെ പദ്ധതി തകർന്നില്ല. പിശാച് തകർന്നു പോയി. ഇന്ന് രാത്രിയിലും അതേ ജയം തന്ന ദൈവത്തിൽ ഞാൻ മഹത്വം കരയറ്റുകയാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ കുറിച്ചുള്ള ദൈവിക പ്ലാൻ അനുസരിച്ച് നാം രൂപാന്തരപ്പെടുവാൻ പിശാച് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. നമ്മെക്കുറിച്ചുള്ള നമ്മളെ കൂടെ ദൈവം പ്രവൃത്തി ചെയ്യേണ്ടതിന് മുഖാന്തരങ്ങൾ ഒരുക്കുവാൻ പിശാചിന് ഇഷ്ടമില്ല. അവൻ എങ്ങനെയെങ്കിലും മുട്ടിക്കണം, അടക്കണം, തകർക്കണം എന്നുള്ളതാണ്. പക്ഷെങ്കിൽ ദൈവം നമ്മെ വിടുവിക്കും. എടുത്ത തീരുമാനത്തോടെ ഉറച്ചു നിൽക്കണം. രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, എടുക്കുന്ന തീരുമാനങ്ങൾ ഉറച്ചു നിന്നാൽ മാത്രമേ നിന്നെ തലമുറ ദൈവം അനുഗ്രഹിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ഒത്തിരി മാനസികമായി ഭാരപ്പെട്ടെങ്കിലും എനിക്ക് വേണ്ടി ധൈര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവം ചിന്തിച്ചപ്പോൾ ചോദ്യം ഉത്തരവും എല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. സ്തോത്രം. അവൻ എല്ലാം നന്മയ്ക്കായി ചെയ്യുന്നു. അവൻ എല്ലാം തക്ക സമയത്ത് ചെയ്യുന്നു. അവനൊന്നും ദോഷമായി ചെയ്യാറില്ല.
ഞാനിങ്ങനെ പറയുമ്പോൾ പാട്ടുകൾ വരും, ഒന്നും പാടുവാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ കുഞ്ഞിനെ കർത്താവ് തന്നു. അവൾ മമ്മി പോയെങ്കിലും അവൾ എന്നോട് പറഞ്ഞു, അപ്പോഴന്ന് അവൾ കൗൺസിലിംഗ് അല്ലേ പഠിക്കുന്നത്, അവൾ വന്നു എന്നോട് പറഞ്ഞു, പപ്പ വിവാഹം, എന്റെ സഹോദരങ്ങളുടെ സ്നേഹത്തോടൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ അംഗീകരിച്ചില്ല. അവൾ നേരിട്ട് വന്നിട്ട് കാര്യം പറഞ്ഞു, പപ്പ വിവാഹം കഴിക്കണം, എനിക്കൊരു അമ്മ ആവശ്യമാണ്, എനിക്കൊരു അമ്മ ആവശ്യമാണ്. എന്റെ വീട്ടിലേക്ക് എനിക്ക് അമ്മയില്ല. പത്തനാപുരത്ത് വീട്ടില് ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. യാമങ്ങളിൽ ഉറക്കമില്ല. ഒരു സൗകര്യമേ ഉള്ളൂ, അവർക്ക് വരാകത്തില്ല, ഒത്തിരി പ്രയാസങ്ങൾ. പക്ഷെങ്കിൽ എന്റെ മകൾ വന്ന് പറഞ്ഞ്, കാരണം അവർക്ക് ആ വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട്, അവർക്ക് ആ ജ്ഞാനം ഉള്ളതുകൊണ്ട് അവൾ പറഞ്ഞു. എല്ലാവരും അറിവിലേക്കായിട്ട് അറിയാത്തവർ കൊണ്ട് ഞാൻ പറയുകയാണ്, ആരോഗ്യമുള്ള ഒരു സ്ത്രീയോ പുരുഷനിൽ ഒരാള് വേർപെട്ടു പോയാൽ ഇവിടുത്തെ മനഃശാസ്ത്രം പറയുന്നത് 3 മാസത്തിനകം വിവാഹം കഴിക്കണം. എനക്കെതിരെ പറയുന്നുണ്ട്. പലരോട് ഞാൻ വാങ്ങിക്കാൻ എന്റെ മകൾ എന്നെ പ്രേരിപ്പിച്ചു. എല്ലാവരോട് ചോദിച്ചു, നിന്റെ അപ്പൻ വിവാഹം കഴിക്കാൻ പോകും, നീ അറിയുന്നോ? അവസാനം അപ്പൊ എന്റെ FB ആണ് അവൾ ഉപയോഗിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടാണ് എന്റെ പപ്പ വിവാഹം കഴിക്കുന്നത്, എനിക്ക് വീട്ടിൽ അമ്മയെ ആവശ്യമാണ്. ഇന്ന് രാത്രി എനിക്ക് സന്തോഷമുണ്ട് അങ്ങനെ ഒരു മകളെ ലഭിച്ചത്. കാരണം അവളെ ഇതുകൂടെ പറയാതിരിക്കാൻ പറ്റിയല്ല. അവളുടെ 6ാമത്തെ വയസ്സിൽ അവളുടെ അമ്മ തന്നെ സുവിശേഷം പറഞ്ഞ് അവളെ രക്ഷിക്കും. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനിപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത കനികർപ്പത്തിലേക്കും തിരിഞ്ഞു നോക്കണം. മുന്നോട്ട് പോകാൻ വേണ്ടി തിരിഞ്ഞു നോക്കുന്നത്. കാരണം പുറത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ പരിവർത്ത അനുഭവങ്ങളും ചെളിക്കൊണ്ടുമായിരിക്കും നമുക്ക് കാണുന്നത്. പക്ഷെങ്കിൽ മുന്നോട്ട് പോകാൻ പ്രചോദനം നൽകുന്നത് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ്. പുറകോട്ട് പോകുവാനല്ല, പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി ഉണ്ടാകും. എന്നെ വിടുവിച്ച ദൈവം ആരാണെന്നുള്ള ഓർമ്മ എനിക്കുണ്ടാകും. നമ്മെ വിടുവിച്ച ദൈവം ആരാണെന്ന് അങ്ങനെ കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് പോയി. അവൾ പറഞ്ഞതുപോലെ ഞാൻ അവളെ വിവാഹം കഴിച്ചു. അവൾ വന്ന് ഇഷ്ടപ്പെട്ട് അവൾക്ക് അമ്മയെ കർത്താവ് കൊടുത്തു. പേരാണ് ഷാഹിന മാത്യു. രാത്രി ഇവിടെ ഉണ്ട്. പല കാര്യങ്ങളും എന്നെ ഓർപ്പിക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് മറവിയുള്ളതുകൊണ്ട് പല കാര്യങ്ങളും ഓർപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം, പ്രത്യേകം നന്ദി എന്റെ ഭാര്യയ്ക്ക് എന്ന് പറയുക. കർത്താവിന് സ്തോത്രം. അപ്പോ അങ്ങനെ കർത്താവിന്റെ വേലയിൽ ഞാൻ മുന്നോട്ട് പോകുന്നു. മകളുടെ അനുഭവങ്ങൾ ഒത്തിരി ഉണ്ട്. അതൊക്കെ പിന്നൊരിക്കൽ നമ്മുടെ ഈ ചാനലിൽ തന്നെ കർത്താവിന്റെ ദാസി അത് അവസരം നൽകുന്ന എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം തീരുമാനിച്ചപ്പോഴാണ് മോനൊരു പ്രയാസം ഉണ്ടായത്. നിശ്ചയമായി എനിക്ക് മനസ്സിലാകുന്നു, അത് ദൈവം കർത്താവ് ഓർപ്പിച്ചതുപോലെ ദൈവം എല്ലാം തന്നെ അയച്ചു ചെയ്യുന്നു. കർത്താവിന്റെ വേലയിൽ ശക്തമായി മുന്നോട്ട് പോകുന്ന, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, അനേകം സുവിശേഷം പറയുന്ന ഒരു വ്യക്തിത്വമാണ് രാജേഷ് പത്തനാട് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. പ്രയാസം ഉണ്ടായപ്പോൾ ലോകത്തിന് വിവിധ ഭാഗങ്ങളുണ്ട്, ആയിരങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ, നമ്മുടെ ഈ ചാനലിലും അനേകം പ്രാർത്ഥിക്കുന്നു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ദൈവമേ, നമുക്ക് നമ്മളെ അറിയത്തില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആനയുടെ വലിപ്പം അറിയത്തില്ല. നമ്മെ അറിയുന്ന ഒരു കർത്താവുണ്ട്, നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ ഇതെല്ലാം ഇങ്ങനെ പെട്ടെന്ന് ഓടിപ്പോകുന്നെങ്കിലും അനേക അനുഭവങ്ങൾ, പറഞ്ഞു തീരാത്ത അനുഭവങ്ങൾ, നിരാരാത്രങ്ങൾ പറയാനുള്ള അനുഭവങ്ങളുണ്ട്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചതുകൊണ്ട് ഒന്നും ദോഷമായി തീർന്നിട്ടില്ല. ഞാൻ ദൈവമക്കളെ, ഞാൻ നിങ്ങളുടെ കാര്യം പറയാം, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു സാധനം പോലും വാങ്ങിച്ചിട്ടില്ല. ഒരു ചെയർ പോലും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ടില്ല. എൻ്റെ കർത്താവിന്റെ വേലയിൽ ഞാൻ അധ്വാനിച്ചപ്പോൾ, ഞാനും എൻ്റെ ഭാര്യയും കൂടെ അധ്വാനിച്ചപ്പോൾ, അതെ, ഇപ്പോൾ ഉള്ളതായിരിക്കും എൻ്റെ പ്രിയപ്പെട്ടവരുടെ അധ്വാനിച്ചപ്പോൾ അങ്ങനെ ചില നന്മകൾ വന്നിട്ടുണ്ട്. രണ്ട് ചേർത്ത് പറഞ്ഞല്ലോ, സ്തോത്രം. അങ്ങനെ ഉണ്ടായ നന്മകളാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഓർക്കുന്നു, ഞാൻ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം കുമ്പന്താനം എന്ന് പറയുന്ന സ്ഥലമാണ്, പാമ്പാടി പഞ്ചായത്തില്. അതിനപ്പുറത്തൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഗ്രൗണ്ടില് ഞങ്ങൾ യോഗം നടത്തിയപ്പോൾ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അന്നത്തെ ഭാര്യ ഒരു സുവിശേഷ പ്രസംഗിയായിരുന്നു. ദിവസങ്ങളോളം 3-4 ദിവസമൊക്കെ പ്രസംഗിക്കും. ആദ്യത്തെ 5 ദിവസം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കുറച്ച് പൈസ കൈ കിട്ടി. അങ്ങനെയാണ് ഒരു 3-4 കസേര വാങ്ങിച്ചത്. ഞാൻ ആരുടെ ഒന്നും എടുക്കാൻ പോയിട്ടില്ല. വീട്ടിൽ നിർത്തില്ല. വീട്ടിലും കാര്യങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം പെങ്ങളുമുണ്ട്. അത് അവിടെ ഞാൻ പറഞ്ഞത്, അതിന്റെ ആവശ്യമില്ല. ദൈവത്തെ കണ്ടിറങ്ങിയവർക്ക് ദൈവം എല്ലാം സകലവും നന്മയ്ക്കായി. എന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഇല്ല എന്ന് തോന്നുന്നെങ്കിൽ, നമ്മെ ഉയർത്തുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അനുഭവങ്ങൾ ഒത്തിരിയോട് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് ക്ഷീണിച്ചു പോകരുത്. ഞാൻ ഇപ്പോൾ പറയാറുണ്ട്, ക്ഷീണിച്ചു പോകരുത്, തകർന്നു പോകരുത്, തളർന്നു പോകരുത്. ഈ വാക്കുകൾ അനേകർക്ക് ആശ്വാസമായി തീരും. ഇന്ന് രാത്രിയിൽ ഞാൻ വീണ്ടും ആർത്തിക്കുക. ഞാൻ പറഞ്ഞത് അങ്ങനെ കർത്താവിന്റെ വേല ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങള് ഗ്രാമങ്ങളിലാണ്, ഞങ്ങളെ ആർക്കും അറിയത്തില്ല.
ഇതാദ്യത്തെയാണ്. ഈ ഗ്രാമങ്ങളിൽ ആയതുകൊണ്ട് ആർക്കും, എനിക്കും അറിയത്തില്ല, എന്നെ ആർക്കും അറിയത്തില്ല, അറിയാൻ ആരും ആഗ്രഹിക്കുന്നില്ല. പിന്നെ പണ്ടൊക്കെ ഈ യോഗ നടത്തുമ്പോൾ പരസ്യ വാർത്തയിടുമായിരുന്നു മാത്രം. എനിക്കിന്നും അതാ ഇഷ്ടം. ഞാൻ കവലകളിൽ അന്നും അങ്ങനെ പ്രസംഗിക്കാറില്ല. കാരണം കവലകളിൽ ഒരാളെ കേൾക്കത്തുള്ളൂ, 100 പേരുണ്ടെങ്കിൽ ഒരാളെ കേൾക്കത്തുള്ളൂ. അത് പക്ഷെ കുഴപ്പമല്ല, ഒരു മനുഷ്യൻ മുഴുവൻ തകവലയുണ്ട്. പക്ഷെ ഈ ഗ്രാമങ്ങളിലാണ് എനിക്ക് താല്പര്യം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു തന്നു, അങ്ങനെ കർത്താവ് തന്ന ആ കുഞ്ഞിനെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചത് കൊണ്ട് ദൈവം അനുനിമിഷം ഞങ്ങളെ നടത്തും. ഞാൻ പറഞ്ഞു വന്നത്, വീടില്ല എങ്കിലും വീട്ടിൽ പെട്ടതെല്ലാം തന്നത് എന്റെ ദൈവമാണ്. ഞാൻ ഇത് പറയാൻ തീരുമാനിച്ചല്ല. പക്ഷെ ഞാൻ ഒരു കാര്യം രാത്രിക്കാലം പറയട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ, ഇത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് ചിന്തിക്കരുത്. തക്ക സമയത്ത് ആത്മീയമായും ഭൗതികമായും ഉയർത്തുവാൻ എന്തിനേറെ പറയുന്നു. ഞാൻ ഇന്ന് ഓർക്കുകയാണ്, എൻ്റെ പ്രിയപ്പെട്ടവള്, ആദ്യത്തെ പ്രിയപ്പെട്ടവൾ എഴുതി വെച്ച ഒരു ഡയറി കുറിപ്പ് ഞാൻ എൻ്റെ ഷാഹിന മോളെ കാണിച്ചു, വായിപ്പിച്ചു. രഹസ്യമൊന്നുമില്ല. ആ ഡയറി എല്ലാം എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി അവളെ എഴുതുന്നേ. ഞാൻ വായിച്ചു. ഈ സ്ഥലത്ത് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് 2001 താമസിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു 250 രൂപയുടെ വീട് ആ വാടക കിട്ടിയത്. അത് കൃത്യമായി കൊടുക്കുവാൻ കഴിയത്തില്ല. അത് പോട്ടെ, ഒരു നേരത്തെ ആഹാരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പട്ടിണി അനുഭവിച്ചൊരു സ്ഥലമാണ് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം. അന്ന് 250 രൂപ വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടിയിരുന്നു. ഇന്നും ബുദ്ധിമുട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇന്ന് 2500 രൂപയ്ക്ക് ഈ നാട്ടിൽ താമസിക്കും. കുറച്ച് മലയുടെ മുകളിലായിരുന്നു താമസിച്ചത്, ഇന്ന് താഴെ സൗകര്യം താമസിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾ ഏറ്റവും കൂടുതൽ പട്ടിണി അനുഭവിച്ചു. ഇത് പറയാൻ കാരണം, ഞങ്ങളുടെ മകളുടെ കൈകളുടെയും കാലിന്റെയും ഒക്കെ നഖം വെളുത്തിട്ട് ചുരുണ്ട്. നമ്മൾ പറയല്ലേ, പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും, ഈ പുത്തൻകോടി കിട്ടാൻ വേണ്ടിയാ കുഞ്ഞുങ്ങൾ പറയും അയാളുടെ നഖത്തെ കളർ വരും. നിങ്ങളുടെ എല്ലാവരും അങ്ങനെ പറഞ്ഞു എനിക്കറിയത്തില്ല. പക്ഷേ അത് പ്രോട്ടീൻ കുറവുള്ളതുകൊണ്ടാണ്. എൻ്റെ മകളുടെ ഇപ്പോഴും ആ കൈകൾക്കും കാലുകൾക്കും അത് ബാധകമാണ്. അതുപോലെ പല്ല് ഒക്കെ പൊഴി പോകുന്ന, കാരണം പ്രോട്ടീൻ ഇല്ല. ഇത് ദൈവത്തിന് വേണ്ടി ചെയ്തുകൊണ്ട് പറയണ്ട. സ്തോത്രം. അങ്ങനെ ഏറ്റവും കൂടുതൽ പട്ടിണി അനുഭവിച്ചതും മകളുടെ കൈകളുടെയും കാലിന്റെയും നഖമൊക്കെ ഇറങ്ങി ചുരുണ്ട് വന്നതൊക്കെ ഞാൻ ഇന്നും ഓർക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ്. അന്ന് ഒന്നുമില്ലാത്തവനായി വന്നു, ഇരിക്കുവാനൊരു ചെയർ പോലും ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ ദൈവം തന്ന ചെയറിലാണ് ഇരിക്കുന്നത്. സ്തോത്രം. ദൈവം നടത്തും. എന്തിനാ ഭാരപ്പെടുന്നേ? ആകുലപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഇന്നിവിടെ നിൽക്കുന്ന ഒരു അപ്പനാട്ടിരിക്കും. എൻ്റെ മകൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. ലെഫ്റ്റ് സൈഡില് ഓപ്പറേറ്റ് ചെയ്ത് ആ സ്കള്ളിന്റെ ഒരു ഭാഗം എടുത്ത് വയറിൽ വെച്ചിരിക്കുകയാണ്. ചില ദിവസങ്ങൾ കഴിയുമ്പോഴേ അത് തിരിച്ചു വെക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനുഷ്യനല്ലേ, അതുകൊണ്ട് തകർന്നു പോയി. പക്ഷെ എങ്കിലും എനിക്ക് മുറിവൊന്നും കാണാൻ പറ്റുന്നില്ല, പ്രയാസമുണ്ടാവും. ഞാൻ പറഞ്ഞത്, ആ വേദനയിലാണ് ഞാൻ സന്തോഷത്തോടെ ഇത് പറയുന്നത്. കർത്താവിന് വേണ്ടി ജീവിച്ചിട്ട് മരിച്ചാലും വിഷയമില്ല. ആ ഒരു ചിന്താധികാരനാണ് ഞാൻ. കാരണം യേശു ക്രിസ്തു യെരുശലേമിന്റെ തെരുവിൽ കൂടെ ക്രൂശി വന്നുകൊണ്ട് പോയി. ആ കർത്താവ്, അവനെയാണ് നമ്മൾ സേവിക്കുന്നത്, അല്ലേ? പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നുണ്ട്, യെരുശലേമിൻ തെരുവിലൂടെ ക്രൂശുമരം ചുമന്നു കാൽവരയിൽ നടന്നു പോയവൻ. യെരുശലേമിൻ തെരുവിലൂടെ ക്രൂശുമരം ചുമന്നു കാൽവരയിൽ നടന്നു പോയവൻ. ശോഭിത പട്ടണത്തിൽ മുത്തുകളാലുള്ള വീടുകൾ തീർത്തിട്ടു വേഗത്തിൽ വരുമവൻ. രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എന്റെ കർത്താവ് തേജസ്സിൽ, നീതിസൂര്യനായി തേജസ്സിൽ വെളിപ്പെടും. ഞാൻ അതിന്റെ താട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷിക്കാനുണ്ട്. അതേ പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നാം എങ്ങനെ കഷ്ടം സഹിച്ചിരുന്നാലും ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിരുന്നാലും ഇതെല്ലാം മാറുന്നൊരു സുദിനമുണ്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞത്, എന്നോട് ചോദിക്കാറുണ്ട് പലരും, എന്റെ സ്നേഹത്തിൽ ചോദിക്കും, പാസ്റ്റർ എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്? കാരണം വിശ്വാസം മാത്രം കൈമുതലായിക്കൊണ്ട് നിങ്ങളുടെ ഉറപ്പിനും നിങ്ങളുടെ ധൈര്യത്തിന് ഞാൻ പറയാം,
ഇന്നും ഞാൻ ചെറുപ്പക്കാരായിരിക്കുന്ന ബൈസ്കൂൾ ഗ്രാജുവേറ്റ് ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ പറയാറുണ്ട്, വിശ്വാസത്തോടെ 10 ട്രാക്ടർ എടുത്ത് 10 വീടുകളിൽ കൊടുത്താൽ, ആ വീടുകളിൽ നിന്നും കിട്ടുന്ന കാര്യമില്ല പറഞ്ഞത്, 10 പേർക്ക് കൊടുത്താൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. ദൈവം ഒരനുഭവം ഞാൻ പറയാം. ഒത്തിരി അനുഭവം ഉണ്ടല്ലോ, ഇനി സമ്മിശ്രമായി കിടക്കുക. ഞാൻ ഈ പാമ്പാടി തന്നെ താമസിക്കാൻ പറ്റും. ഞങ്ങളുടെ മകള് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താന്ന് തോന്നുന്നു ഒരു വീട്, അതും ഒരു വീടല്ല, ഒരു വലിയ കമ്പനി കെട്ടിടവാ, ഫ്രീ ആയിട്ട് കിട്ടിയോണ്ട് അങ്ങനെ താമസിക്കാൻ പറ്റും. വീട് വാടക കൊടുക്കാൻ പറ്റത്തില്ല, കാരണം ഇവിടെയാണ് താമസിച്ചത്. 200 കൊടുക്കാൻ പറ്റുന്നുണ്ട്. ആ മനുഷ്യനെ ചതിയെന്നും പഞ്ചെന്നൊക്കെ പറഞ്ഞ് എന്ന് ഞാൻ ഓർക്ക് ചെയ്യാം. അതെല്ലാം ദൈവസന്നിധിയിലുണ്ട്. അദ്ദേഹം രക്ഷിക്കപ്പെട്ടതാ. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ ഓർക്കുന്നു, ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ പനിയായിട്ട് കിടക്കി, പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ കിടക്കിയ, കട്ടിലില്ല, ആ കമ്പനിയിലെ ഒരു കമ്പനി കെട്ടിലും അതിന്റെ ഒരു ബെഡ്, വലിയ മേശയുണ്ട്. ഈ കാട്ടൺ ബോക്സ് ഉണ്ടാക്കുന്ന, ചെരുപ്പിന്റെ കൂടെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അപ്പൊ അതിന്റെ ആകെ കട്ടിലില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ അവരുടെ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നത് പഴയ കസേരയൊക്കെ ഉണ്ട്. അവിടെ ഞാൻ കിടക്കുക. ഞാനിങ്ങനെ പനിയുണ്ട്, പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് പനിയൊക്കെ ഉണ്ട്, അസ്വസ്ഥയാണ്, എങ്ങോട്ടും പോകാനില്ല, വണ്ടിയില്ല, കാര്യമില്ല. അപ്പം എന്നെ കാണുമ്പോൾ ഒരു അച്ഛൻ ഒരു അങ്കിൾ എനിക്ക്, ബാംഗ്ലൂരിൽ വന്ന അങ്കിൾ എനിക്ക് ഒരു ഗിഫ്റ്റ് തരും. അദ്ദേഹത്തിന്റെ പെങ്ങടെ ചേട്ടത്തിയുടെ മകള് എനിക്ക് ആ പൈസ കൊടുത്തു തന്നു. ഞാൻ പെട്ടെന്ന് ഇപ്പൊ എന്റെ പനിയെല്ലാം പോയി, പൈസ കിട്ടിയ പനിയെല്ലാം പോയി. മുട്ടടിക്കാനല്ല, മൈക്ക് സെറ്റ് വേറൊരാളുടെ കടം വാങ്ങിച്ചുകൊണ്ട് വെച്ചിരിക്കുക, ഒരു ഹാൻഡ് മൈക്ക് മെഗാഫോൺ. അതിനകത്ത് 5ഓ 8ഓ ബാറ്ററി ഇടണം. പൈസ കിട്ടിയപ്പോഴേ ഞങ്ങൾ വീട്ടിലെ ആഹാര സാധനം വാങ്ങിക്കാൻ പോയില്ല, ബാറ്ററി വാങ്ങിക്കാൻ പോയേക്കാൻ ഒരുങ്ങി ഇറങ്ങി മക്കളെയും മകളെയും കൂട്ടി ഞങ്ങൾ 3 ഇവിടെ നടന്നു. അന്ന് ഒന്നും കഴിച്ചിട്ടുമില്ല. അവിടുന്ന് ഞങ്ങള് ഇപ്പോൾ താമസിക്കുന്നത് വാഴൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. എന്റെ 1-2 സഹോദരന്മാരുടെ തോന്നി, കുഞ്ഞിന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ കിട്ടുമായിരുന്നെങ്കിൽ, കിട്ടിയെങ്കിൽ എനിക്കത് കുഞ്ഞിനെ പ്രയോജനപ്പെടുമല്ലോ, നമ്മുടെ കാര്യം പ്രശ്നമില്ല എന്നും കണ്ട് ഞങ്ങൾ പല സ്ഥലത്തും എന്റെ ദിവാസന്മാരായിരിക്കുന്ന പലയിടത്തും ചെന്നിടത്തൊന്നും കിട്ടും. ഇവിടുത്തെ ചെന്നപ്പോൾ ചർച്ചോട്ട് ഒരു സഭയുണ്ട് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ കർത്താനദാസി പറഞ്ഞു, മോൾക്ക് മാത്രം കൊടുക്കാൻ ഫുഡുണ്ട്, അത് എന്ന് പറഞ്ഞപ്പോൾ കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ ഇറങ്ങിയിട്ട് ഈ സൗണ്ട് സിസ്റ്റമായിട്ട് ചെന്ന് നിൽക്കുമ്പോൾ ഒരു സഹോദരൻ വന്ന്, ടൈപ്പിസ്റ്റ് ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, ഓട്ടോക്കാരനെ പുള്ളി പറഞ്ഞു, ബ്രദർ പാസ്റ്റർ ഇത് പോലെ എന്റെ ഈ സിസ്റ്റം കൊണ്ട് നമുക്ക് പ്രസംഗിക്കാന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ ഞങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ ആ തെരുവിൽ അദ്ദേഹത്തിന്റെ വണ്ടിയുടെ മുകളിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുക. കേൾക്കണം, ഒരു പൈസ ഇല്ലായിരുന്നു, പനിയായിരുന്നു, പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് കിടക്കുക. പൈസ ഇല്ലെങ്കിൽ ആ പ്രാർത്ഥനയും കിടപ്പുമെല്ലാം ഉള്ളോ? ദൈവങ്ങളെ സംബന്ധിച്ചോളൂ. ഞങ്ങൾ അവിടുന്ന് പ്രസംഗം നടത്തി 3/4 മണിക്കൂർ പ്രസംഗിച്ചു. അപ്പം വൈഫാണ് പ്രസംഗിക്കുന്നത്. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ അറിയാത്ത ആളുകൾ വരുവാണ്, എന്നെ മീൻകച്ചവടക്കാർ വിളിക്കുന്നു, അങ്ങനെ പങ്കു. അങ്ങനെ ഒത്തിരി ആളുകൾ വന്ന് എന്നെ സഹായിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾ ഇവിടുന്ന് പോരുമ്പോൾ 480 രൂപയായിട്ട് വാങ്ങി. ദൈവം വല്ലതും ചെയ്യുമോ? വിശ്വസിക്കൂ. ദൈവത്തിന്റെ പേരിന്റെ കർത്താവിന്റെ പേരൊക്കെ ആദ്യം ഇറങ്ങുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നീ വിശ്വസിച്ചാൽ മതി, ദൈവം സഹായിക്കും. ഇറങ്ങുന്ന ഉടനെ കാറ് വേണം, ലോറി വേണമെന്നും പറഞ്ഞൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. കർത്താവിന് വേണ്ടി വിശ്വസ്തമായി നിന്നാൽ നീ വലിയ ധൈര്യമുണ്ട്. നിന്നെ ഉയർത്തുവാൻ ശക്തരായി എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞങ്ങളുടെ ഒരു കഷ്ടകാലത്ത്, ഞങ്ങൾ കഷ്ടതയിൽ കഴിയുന്ന സമീപം ഈ സ്ഥലത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, താമസിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ആഹാരം കഴിക്കാൻ പോകുന്ന ഒരു വീടുണ്ട്. ആ കർത്താനദാസിയാണ് ഈ ദിവസങ്ങളിൽ കർത്താനദാസിന്റെ ചേർക്കപ്പെട്ടു. കർത്താനദാസിയാണ് എന്റെ ഷാഹിനയ്ക്ക് കൂട്ടുകിടക്കാൻ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ വന്നത്. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്ന് വരണമെന്ന് പറഞ്ഞു. അവരുടെ വീട്ടിലാണ് ഞങ്ങൾ ചോറിനപ്പോൾ. ഇന്നലെ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ആ കർത്താനദാസി വെച്ചു, ഈ ഇരിപ്പിടമൊക്കെ ഇവിടുത്തെയാണോ എന്ന് ചോദിച്ചു. കാരണം ഞങ്ങൾക്ക് ഒന്നുമില്ലായിരുന്നു. സെറ്റ് ചെയ്യാ പറയാതിരിക്കാൻ പറ്റില്ല. ചോദിക്കുമ്പോ അമ്മ ഇപ്പം ഈ ചില മണിക്കൂർ മുമ്പ് എന്റെ വൈഫ് പറഞ്ഞ കാര്യമാണ്. അമ്മ ചോദിച്ചു, ഇതൊക്കെ ഇവിടുത്തെയാണോ, ഈ വീട്ടുകാരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഇങ്ങനെ ഭൗതികമായിരിക്കുണ്ടാകുന്നതാണ്. അതും പറയണം. അതും നമ്മൾ ജോലി ചെയ്തു, ഞാൻ ജോലി ചെയ്ത് കർത്താവിനെ വേല ചെയ്തു. പക്ഷെങ്കിൽ ഭൗതികമായി അധ്വാനിച്ചല്ല. എന്തിനാ പിന്നെ ഭാരപ്പെടുന്നേ? പ്രിയമുള്ളവരെ, നമുക്കെല്ലാം ഭാരമുണ്ടാകും, വേദന ഉണ്ടാകും, നിരാശയൊക്കെ വരും. ഏറ്റവും കൂടുതൽ നമ്മളെ പ്രകോപിപ്പിക്കുന്ന പിശാചിന്റെ ഏറ്റവും വലിയ ആയുധമാണ് നിരാശ. പിശാചെ, നിന്റെ നിരാശയുടെ ആയുധം ഞങ്ങളുടെ മേൽ ദൈവമക്കളായിരിക്കും ഞങ്ങളുടെ മേൽ ഭരിക്കത്തില്ല. ഞാൻ ധൈര്യപ്പെടുത്തൊരു കാര്യം കൂടെ പറയട്ടെ. എന്റെ മകൻ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു ഒരു വശം. പക്ഷെങ്കിൽ അടുത്ത ക്ഷണത്തിൽ ഞാൻ ധൈര്യപ്പെട്ടു.
എല്ലാം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഭാരപ്പെട്ടു എന്നുള്ളത് നിൽക്കട്ടെ. ധൈര്യപ്പെട്ടു ധൈര്യപ്പെട്ടു കർത്താവിൽ. ഞാന് നമ്മൾ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. ഒരാള് പോയാൽ ആള് കൂടെ പുറകോട്ടങ്ങ് കൂടെ അങ്ങ് പോവുകയല്ല ചെയ്യണം. എനിക്കിനി പ്രതീക്ഷയില്ല. ഞാൻ അനേക ദേവദാസന്മാരെ കണ്ടിട്ടുണ്ട്, നിരാശപ്പെട്ടിരിക്കുക. എന്റെ ഭാര്യ പോയിട്ട് എനിക്ക് നിരാശയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇദ്ദേഹത്തോടും പറയുന്നത് തന്നെയാണ്, നമ്മളെ കുറിച്ചുള്ള ടാർഗറ്റ്, നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും തീരുമ്പോൾ നമ്മൾ പോകും. അത് ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും അപ്പനും ആരായാലും. ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് പ്രത്യാശയുള്ളതുകൊണ്ട് ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാണെന്ന് മനസ്സിലാക്കുന്നവർക്ക് അതൊരു വലിയ വിഷയമല്ല. ആമേൻ. രാത്രി ഞാൻ വളരെ ധൈര്യത്തോടെ ആത്മാർത്ഥമായി പറയുകയാണ്, എന്റെ മനസ്സിനെ എന്നെ ഭരിക്കുന്ന എന്റെ ചിന്തകളാണ് എന്നെ ജീവിപ്പിക്കുന്നത്. എന്റെ ഭാര്യ മരിച്ചപ്പോ ഞങ്ങളിങ്ങനെ എന്റെ ഷാഹിനയ്ക്ക് നട്ടലിന്റെ ഡിസ്ക് അകലുന്നുകൊണ്ട് കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങളുടെ മകന്റെ പ്രസവം കഴിഞ്ഞ ശേഷം അതിന്റെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞപ്പോൾ കിടപ്പില്ല, ബെഡ് റെസ്റ്റില്ല. എന്റെ കൂടെ ദേശത്തും ഞങ്ങൾക്കൊരു ബൈക്കാ ഉള്ളത്, അതേ വരാൻ കഴിയത്തില്ല, കയറി വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഈ ദിവസങ്ങളൊക്കെ കിടക്കുകയാണ്. ഇന്ന് രാവിലെ ഞാൻ വരുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് പഴയ ചോറ് ചൂടാക്കി കഴിഞ്ഞു. കാരണം വെച്ചാൽ എനിക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതോട് ഞാൻ തകർത്തില്ല. കാരണം എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ ചെയ്യും. അവളെ എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുവാൻ അവൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ക്ഷീണിച്ചു പോകേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറുതൊന്ന് സംഭവിച്ചെന്ന് ഓർത്ത് നമ്മൾ തകർന്നു പോകരുത്. തകർന്നു പോകുവാനും നിരാശപ്പെട്ട്, ഞാൻ പറഞ്ഞല്ലോ, അനേക ദേവദാസന്മാർ നിരാശപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം, ഭാര്യ മരിച്ചത് കൊണ്ട്. പ്രിയമുള്ളവരെ, ദൈവമാവാൻ നമ്മെ തിരഞ്ഞെടുത്തത്. അങ്ങനെ കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് പോകുവാൻ ദൈവം ദിനേന ശക്തീകരിച്ചുകൊണ്ടിരിക്കുക. ഒത്തിരി അനുഭവങ്ങൾ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 100 രൂപ കിട്ടിയപ്പോൾ എന്റെ പനിയും മാറി, ക്ഷീണവും മാറി. കടം വാങ്ങിയ മൈക്ക് സെറ്റിനകത്ത് ബാറ്ററി വാങ്ങിക്കാനുള്ള പൈസ കിട്ടും. ഒരു വക പോലും കഴിക്കാതെ ആണ് അവിടെ ചെന്നത്. വർഷങ്ങൾ പഴക്ക പുറകോട്ട് ചിന്തിച്ചിട്ട് ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ, ഒന്ന് അവിടെ ആ പ്രസംഗം നടത്തുമ്പോൾ വിശന്നിട്ടൊന്നും മേല. എന്ത് ചെയ്യും? എന്തെങ്കിലും കഴിക്കണം എന്ന് ഓർത്ത് 10 രൂപ കിട്ടിയല്ലെന്ന് കഴിക്കാന്ന് ഓർത്ത് ഹോട്ടലിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അച്ചായ എന്നിട്ട് പറയാം, റബ്ബർ ഷീറ്റൊക്കെ വിട്ടിട്ട് ജീപ്പ് എന്നിട്ട് പറയാം, എടി കുഞ്ഞൻ നിന്നെ ഒരു പൈസ കൊണ്ടുവന്നിട്ട് പറഞ്ഞിട്ട് എന്റെ മോക്ക് പൈസ. ഞാൻ പറഞ്ഞു വരുന്നത്, അതുവരെയും നമ്മെ സഹായിച്ച് കാണുകയും കേൾക്കുകയും ഞങ്ങൾ നെയ്ബേഴ്സായിട്ട് താമസിച്ചിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നവർക്കല്ല നമുക്ക് നന്മ വരുന്നത്. അത് ആത്മീയമായ നിലയിൽ നമ്മളെ ഹാൻഡ് ചെയ്യുവാനോ ഭൗതികമായി നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ എന്തിരുന്നാലും എങ്ങനെയായിരുന്നാലും നമ്മൾ ഓർക്കും, ആ മനുഷ്യൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർ വീട്ടിൽ വന്നാൽ എന്റെ വീട്ടിൽ ആരും അങ്ങനെ വരാറുമില്ല. കാരണം സുവിശേഷകരുടെ വീട്ടിൽ അങ്ങനെ പോകാറില്ല പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്തല്ല ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് വരെ എന്തെങ്കിലും കിട്ടുവാൻ വേണ്ടി കർത്താവിന്റെ വേല ചെയ്തിട്ടുമില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിച്ചു, അവളെ ഞാൻ വിവാഹിച്ച് 8 വർഷം കഴിഞ്ഞു. അപ്പം അവളോട് ചോദിച്ചു, അച്ചാച്ചനും ആന്റിയും എന്നാണ് സംബോധന ചെയ്തത്, വിധവാലെല്ലാം എന്നും സുശേഷവേല ചെയ്യുന്ന ആള്, എന്നിട്ട് ഒരു കിടപ്പാടം ഉണ്ടായില്ലല്ലോ. ഞാൻ പറഞ്ഞു, മോളെ, അത് കിടപ്പാടം ഉണ്ടാകാൻ വേണ്ടിയല്ല സുശേഷം പറയുന്നത്. ഇന്ന് പകലും ഞാൻ ധൈര്യപ്പെട്ടൊരു കാര്യമാണ്. ഇവിടെ എന്തെങ്കിലും ഉണ്ടാകാൻ വേണ്ടി ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഉണ്ടാകാൻ അവസരം ദൈവം വാങ്ങിച്ചു. പക്ഷെങ്കിൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സുവിശേഷം പ്രസംഗിക്കണം, നല്ല മൈക്ക് സെറ്റുകൾ വാങ്ങിക്കുക എന്നുള്ളതാണ്. അത് വാങ്ങിച്ച് എനിക്ക് സുവിശേഷം പറഞ്ഞു. 5-6 ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞത്, കർത്താവിനെ ഉയർത്തുമ്പോൾ കർത്താവ് നമ്മെ ഉയർത്തും. ഒന്ന് ആത്മീയമായി ഉയർത്തും. ഞാന് എല്ലാ വർഷവും കുഞ്ഞുങ്ങൾക്ക് ഞാൻ അനുഭവിച്ചതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ, അതുകൊണ്ട് ഞാൻ പറയാമല്ലോ, ബ്ലേഡിന്റെ പണം എടുക്കുന്നുള്ള ഞാൻ ദൈവമക്കളോട് ഞാൻ ഒരു കാര്യം, ബ്ലേഡുകാരുടെ പണം എടുക്കുന്നു, ഞാനൊരു കാര്യം പറയാം, ബ്ലേഡുകാരുടെ പണം എടുക്കരുത്, നശിക്കത്തേ ഉള്ളൂ. കോട്ടയത്ത് ഒരു വലിയ ബ്ലേഡുകാരുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അയാൾ വിശ്വാസിയാണ്, സഭയെന്ന് പറഞ്ഞു, ഒരു സഭയുടെ വിശ്വാസിയാണ്. ഞാൻ പറഞ്ഞു, പാസ്റ്റർ, ഞാൻ ഞായറാഴ്ച രാവിലെ മാത്രം വിശ്വാസിയുള്ളൂ, അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പ്രൊഫഷണൽ ബ്ലേഡ് നടത്തുക, പലിശയ്ക്ക് കൊടുക്കുക. പക്ഷെ ഞങ്ങളോട് പലിശ എടുത്താൽ ഒരിക്കലും രക്ഷപ്പെടും. അപ്പൊ ഞാൻ എല്ലാ വർഷവും എൻ്റെ മോള് പഠിക്കുമ്പോൾ എനിക്ക് അന്ന് 500 രൂപ മതി. കുഞ്ഞ് സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് 500 രൂപ ഒരു തമിഴ് സഹോദരനോട് എടുക്കാൻ. ഇതെടുത്ത് ഞായറാഴ്ച രാവിലെ വന്ന് ചേച്ചിനെ വിളിക്കും.
ഞാൻ പിറ്റേ വർഷം ഞാൻ ആ പൈസ കൊടുത്ത് പറഞ്ഞു എനിക്ക് ഇതിന്റെ പൈസ വേണ്ട. അന്ന് ബ്ലേഡുകാരോട് പൈസ എടുപ്പ് നടത്തില്ല, പലിശക്കാരോട് പൈസ. ഇന്നിപ്പം ഒത്തിരി സംഭവങ്ങളൊക്കെ ഒത്തിരി സംവിധാനങ്ങളൊക്കെ ഉണ്ട്. കേരളത്തിലെ മനുഷ്യരെല്ലാം ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്, ദൈവമക്കളായിരുന്നാലും ആരായിരുന്നാലും. പക്ഷേ പലിശയ്ക്ക് പണം എടുക്കരുതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അത് പാസ്റ്റർക്ക് പൈസ ഉള്ളതുകൊണ്ടാണ് പറയും, എനിക്ക് പൈസ ഉള്ളതുകൊണ്ടല്ല. 3 മാസമായി ഇവിടെ താമസിക്കുന്ന വാടക. ഞാൻ പറഞ്ഞത്, കർത്താവ് നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് തകർന്ന് തരും. ഞാൻ സാക്ഷ്യമായോണ്ടാണ് ഇങ്ങനെ ശാന്തമായി പറയുന്നേ. ഇരുന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടാ, കർത്താവിന് തുള്ളാനുള്ള മനസ്സുണ്ട്. കർത്താവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് തരും. എന്റെ പ്രിയപ്പെട്ട ഷാഹിന മാത്യു വന്നപ്പം നല്ല സൗകര്യം ജീവിച്ച ആള്, ജോലിയൊക്കെ ഉണ്ടായിരുന്നു, ഖാദിയിലെ ജോലിയൊക്കെ ഉണ്ടായിരുന്നു, ശമ്പളമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ശമ്പളം അതൊക്കെ വിട്ടേക്കാൻ പറഞ്ഞു. കാരണം വിട്ട നല്ല കാര്യമായി. ഇപ്പൊ തന്നെ നടുവേലി, നട്ടന്റെ ഡിസ്ക് അകലില്ല. നിങ്ങളുടെ പ്രാർത്ഥനയെ ഓർക്കണം. ഷാഹിന മാത്യുവിന് നട്ടന്റെ ഡിസ്ക് അകലുന്നു, അതുപോലെ തന്നെ കർണയ എന്ന അസ്വസ്ഥയിൽ ഭാരപ്പെടുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കത്താൻ എടുക്കും. നമ്മള് പറഞ്ഞു വന്നത്, നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ദർശനമുണ്ടെങ്കിൽ. അപ്പൊ എന്നോട് എന്റെ പ്രിയപ്പെട്ട ചോദിച്ചു, നിങ്ങൾ എത്ര നാളും വേല കേട്ട് ഒരു വീടുണ്ടായില്ലേ? ഞാൻ വീടുണ്ടാക്കാൻ വേണ്ടിയല്ല കർത്താവിലേക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, സുവിശേഷം സത്യത്തിൽ നടന്നാൽ, വിശുദ്ധിയിൽ നടന്നാൽ, നിത്യതയിലായിരിക്കുന്ന വചനം പറഞ്ഞാൽ. കാരണം ഒരു മനുഷ്യന്റെ ആത്മാവിന് മുഴു ലോകത്തേക്കാൾ വിലയുണ്ട്. എന്റെയും നിങ്ങളുടെയും ആത്മാവിന് മുഴു ലോകത്തേക്കാൾ വിലയുണ്ട്. ഒരാളുടെ സുവിശേഷം പറഞ്ഞ് ഒരു ട്രാക്ട് കൊടുത്തിട്ട് അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയ പ്രാർത്ഥിക്കുക. ആ ട്രാക്ട്, എനിക്കൊരു സ്നേഹിതനുണ്ട് കോട്ടയത്ത്. അദ്ദേഹം കള്ളനായിരുന്നു. ജയിലിൽ ലോക്കപ്പിൽ കിടന്നപ്പോൾ പോലീസുകാരെ പൊറോട്ട പൊതിഞ്ഞുകൊണ്ട് കൊടുത്ത അത് ട്രാക്ട് ആയിരുന്നു. അങ്ങനെ അദ്ദേഹം രക്ഷിക്കും. നമ്മൾ അവർക്ക് ട്രാക്ട് കൊടുക്കുന്ന നിസ്സാരമായി. ഞാനിവിടെ കോട്ടയം പാമ്പാടി ഭാഗത്ത് പ്രസംഗിക്കാൻ വന്നപ്പോ, താമസിച്ച് പ്രസംഗിക്കാൻ വന്നപ്പോ, ഞാനിങ്ങനെ ഹാൻഡ് ബാഗ് തോളെ തൂക്കിയിടുന്ന ഷോൾഡർ ടൈപ്പ് ഉണ്ട്, അത് തൂക്കിയിട്ട് ഇവിടുത്തെ പിള്ളേർ ദൈവമക്കളാരും പെന്തക്കോസുകാരായിരിക്കുന്ന ദൈവമക്കൾ ദൈവസമാനം പറഞ്ഞു, പാസ് ഔട്ട് ഓഫ് പാഷനാന്ന് പറഞ്ഞു. എന്റെ സ്വഭാവം, ഞാൻ പെട്ടെന്ന് പ്രതികരിക്കുവാൻ ഇപ്പത്തല്ല, 50-56 വയസ്സായതുകൊണ്ട് ഇപ്പൊ അങ്ങനെ പെട്ടെന്ന് പ്രതികരിക്കും. എന്നാലും ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ സുവിശേഷനെതിരെ പറഞ്ഞാൽ അവർ പ്രതികരിക്കും. അപ്പൊ എന്നോട് ഞാൻ ചോദിച്ചു, അപ്പൊ ഈ പാട്ടാ പാടിയത്, യെരൂശലേമിൻ തെരുവിലൂടെ ക്രൂശുമരം ചുമന്നു കാൽവരയിൽ നടന്നുപോയി യേശു ക്രിസ്തു. എന്റെ അറിവാണല്ലോ. ഈ ചിന്തയിലിട്ടാൽ അങ്ങോട്ട് പിടിച്ചാൽ അങ്ങോട്ട് അഴിച്ചു നിൽക്കും, ഇങ്ങോട്ട് ഇട്ടാൽ ഇങ്ങോട്ട് അഴിച്ചു നിൽക്കും. അതാണ് പൈൻ എന്നാണ്, എനിക്കതില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഏതായാലും പോളിഷൊക്കെ ചെയ്ത നല്ല ക്രൂശ് കൊണ്ടൊന്നല്ല യേശു ക്രിസ്തു പോയത്. എന്നോട് പാമ്പാടി പറഞ്ഞതാ, ഔട്ടോ ഭാഷ എന്ന് പറഞ്ഞു. ഈ പരസ്യമൊക്കെ ഇന്ന് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടോ? അവരൊന്ന് നോക്കി പിടിച്ച്. എനിക്ക് ചിരി വരിക. ഒരു കാലഘട്ടം ഞാനും എന്റെ ഭാര്യയും കൂടെ ഈ പാമ്പാടിയില്, അതുകൊണ്ടെന്ത് പറ്റി, കർത്താവിൽ പ്രസിദ്ധരായി. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് നിർബന്ധമായി ചുമപ്പിച്ചത് കൊണ്ട് പുരേനക്കാരന്റെ മക്കൾ പ്രസിദ്ധരായി. ഓ ഹല്ലേലൂയ. അത് ഞാൻ ഓർക്കുകയാണ്. യേശു ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചുകൊണ്ട്, അതെ, കർത്താവ് ഈ കഴിഞ്ഞ ദിവസം എന്റെ മകന്റെ വിഷയത്തിൽ വന്നപ്പോൾ ആയിരങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരങ്ങൾ പ്രാർത്ഥിക്കുന്നു. പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് അതുകൊണ്ട് കർത്താവിന്റെ ഇറങ്ങുന്നില്ല. അപ്പോൾ അവർ കർത്താവിന് പ്രസിദ്ധരായി തീർന്നു. നിർബന്ധിച്ച് ക്രൂശ് ചുമപ്പിച്ചുകൊണ്ട്. അപ്പൊ മനസ്സോടെ ചുമന്നാലും ആർക്കും വേണ്ടി നിങ്ങൾ ചുമക്കണ്ട, മനസ്സോടെ ചുമക്കണം. എന്നോട് എല്ലാവരും പറയും, എന്റെ പാസ ഈ കഷ്ടതയും പട്ടിണിയും ഒക്കെ അല്ലേ, ഒരു സഭയുടെ ചാർജ് എടുക്കാമെങ്കിൽ പൈസ ഉണ്ടാക്കാനാ. എനിക്ക് നന്നായി പണി, എല്ലാ ജോലി അറിയും. ഞങ്ങളുടെ നാട്ടിലെ റബ്ബർ വെട്ട, എന്റെ അപ്പനൊരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി എസ്റ്റേറ്റായിരുന്നു. നന്നായിട്ട് 300-600 റബ്ബറൊക്കെ വെട്ടി ഒറ്റയ്ക്ക് പാടത്തായിരിക്കുന്ന എല്ലാ പണി അറിയും. കിണർ വെട്ടുകാരനായിരുന്നു, പാറപടപ്പണിയായിരുന്നു. എന്റെ ചെറുപ്പത്തിൽ എന്റെ സ്കൂളിൽ തന്നെ എനിക്ക് ഞാൻ ഓർക്കുക, അന്നത്തിൽ പാറപട സ്വന്തമായി നടത്തുക. ഞാനും വേറെ ഭൗതികമായി ജോലി ചെയ്യാൻ എനിക്കറിയാം. അപ്പോ സമ്പത്തുണ്ടാകാൻ വേണ്ടി അല്ല. സമ്പത്ത് ആർക്കുണ്ടാവും? സമ്പത്തിന് പുറകെ പോകുന്നവരുടെ അനുഭവങ്ങൾ നമുക്കറിയാം. ഞാൻ പറഞ്ഞത് ദ്രവ്യാഗ്രഹം സകല ദോഷത്തിന് കാരണം, എല്ലാത്തും പ്രശ്നം. അത് എന്തെല്ലാം പ്രസിദ്ധി ഉണ്ടാകുന്നു, നമ്മൾ വായിച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നു. ഞാൻ പറഞ്ഞത്, കർത്താവിന് വേണ്ടി നിന്നതുകൊണ്ട് ക്രൂശ് ചുമന്ന കുറേനക്കാരനായ ശിമോന്റെ മക്കളെ കർത്താവിൽ പ്രസിദ്ധരായി. അതെനിക്ക് പറയുന്നത് വലിയ ധൈര്യം, വലിയ
എന്നൊരു പവർ. കർത്താവിൽ പ്രസിദ്ധരാകുക. മുണ്ടക്കെ എന്ന് പറയുന്ന ഇളങ്കാട് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ കിടന്ന എന്നെ കർത്താവ് എവിടെല്ലാം അയച്ചു. ഞാൻ പറഞ്ഞത് വിശ്വസ്തമായി നിന്ന ഞാൻ തന്നെ ചിന്തിക്കും, കർത്താവ് കുറച്ചുകൂടെ ഒരു വിശ്വസ്തമായി നിന്ന് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ എന്നെ കൊണ്ട് കർത്താവ് അങ്ങ് ചെയ്യിക്കുമല്ലോ. എന്റെ സ്വകാര്യ ചിന്തകളാണ്. അത് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുക. അതെ, നാം അല്പം കൂടെ വിശ്വസ്തരായി നിന്നാൽ ഇതിലപ്പുറത്ത് ചെയ്യിക്കും. അതുകൊണ്ട് തകർന്നു പോകരുത്. അങ്ങനെ ഞങ്ങള് കർത്താവിന്റെ വേലയിൽ ഒത്തിരി പറയാനുണ്ടല്ലോ. അധികം മുഷിപ്പിക്കുന്ന എനിക്ക് ഇഷ്ടമില്ല. ഇന്നും തെരുവിൽ പ്രസംഗിക്കുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന, എന്നെ ധൈര്യപ്പെടുത്തുന്ന, ഞാൻ എപ്പോഴും ഞങ്ങളെ എന്നെ പറയാറില്ല. എവിടെയെങ്കിലും പ്രാർത്ഥിക്കാൻ പോയാലും ഞങ്ങളെ പറയത്തുള്ളൂ. അത് അങ്ങനെയാണ് ചോദിച്ചത്. എന്റെ പ്രവർത്തനത്തിന്റെ ആധാരമായിരിക്കുന്ന വാക്യം കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം. അതിങ്ങനെയാണല്ലോ: അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോട് സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. ഈ വാക്യമാണ് എൻ്റെ ലക്ഷ്യം. കാരണം നശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കർത്താവിന് വേണ്ടി നേടുക. ആ ചിന്ത നന്നായി ചെറുപ്പത്തില് ഞങ്ങളുടെ കൂടെ നടന്ന് സുവിശേഷ പ്രവർത്തനത്തിൽ പരസ്യങ്ങള് കൺവെൻഷനുകള് ഒക്കെ വെക്കുന്നതുകൊണ്ട് ആ ഒരു ചിന്ത കിട്ടിയതുകൊണ്ടാണ് ഞങ്ങളുടെ മകൾ ഈ കൗൺസിലിംഗ് പഠിക്കണമെന്ന് മനസ്സിലാക്കി. അവള് കോയമ്പത്തൂരിൽ നിന്ന് MA ക്രിസ്ത്യൻ കൗൺസിലിംഗ് ചെയ്തു. 1-ാം വർഷം അമ്മ മരിച്ചെങ്കിൽ 2-ാം വർഷം നന്നായി പഠിച്ചു. ഇപ്പോൾ ആഗ്രഹിക്കുന്നത് MSc ചെയ്യാൻ, MSc ക്ലിനിക്കൽ സൈക്കോളജി ചെയ്യണമെന്ന് ഓർത്ത്. അപ്പൊ അന്വേഷണം പറഞ്ഞു 2 ലക്ഷം രൂപയൊക്കെ 1.5 ലക്ഷം 2 ലക്ഷം ഒക്കെ കോളേജിലാകും, അത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അവള് ഒരു വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസം അവള് ബാംഗ്ലൂരായിരുന്നു. അവൾ ജോലി ചെയ്തുകൊണ്ട് പഠിക്കണം. കാരണം കമ്പ്യൂട്ടർ വാങ്ങണം, ഓൺലൈൻ പഠിക്കുക. എങ്കിലേ അവൾക്ക് അവളുടെ ക്ലയന്റുകളെ നന്നായിട്ട് ചെയ്യാൻ ഒക്കത്തുള്ളൂ. ആ ആഗ്രഹത്തോടെ പോയി. ഈ കഴിഞ്ഞ ബുധനാഴ്ച ജോയിൻ ചെയ്യേണ്ടതാണ്. അന്നാണ് അവിടെ ഭർത്താവിന് പ്രയാസം ഉണ്ടായത്. ഞാൻ പറഞ്ഞത് ലക്ഷ്യമുണ്ടായിരുന്നു. ലക്ഷ്യമുണ്ടെങ്കിലേ നമുക്ക് ആ സ്ഥലത്തെത്താൻ കഴിയും. പിന്നെ അമിത പ്രതീക്ഷയും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഒത്തിരി പ്രതീക്ഷ വെക്കുക. അമിത പ്രതീക്ഷയാണ് പലപ്പോഴും നിരാശ ഉണ്ടാകുന്നത്. എനിക്ക് നിരാശയൊന്നുമില്ല. എനിക്കൊരു ലക്ഷ്യമുണ്ട്. സുവിശേഷം പ്രസംഗിക്കണം. എൻ്റെ ഭാര്യയുടെ ആദ്യത്തെ ആളിന്റെ ചേച്ചിയുടെ മകനെ ഇന്നലെ ഞാൻ മെഡിക്കൽ കോളേജ് വെച്ച് കിട്ടും. അപ്പൊ എന്നോട് ചോദിച്ചു, അങ്കിള് ഇപ്പോഴും ഹെബ്രോൻ ഗോസ്പൽ മിഷൻ എന്നാണ് അതിനകത്ത്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, ഞാൻ അതിനകത്ത് തന്നെയാണ്. എന്നോട് പറഞ്ഞു, മരിക്കുന്നോടം വരെ അങ്ങനെ നിൽക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞോണ്ടല്ല എൻ്റെ തീരുമാനം, മരിക്കുന്നോടം വരെ. കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. കാരണം ഞാനല്ലേ പിന്നെ എനിക്ക് ഈ സഭ ചാടി നടക്കുന്ന ഇഷ്ടമില്ല. അപ്പം പോകുന്നൊരു പോകട്ടെ, കുഴപ്പമില്ല. ഇന്നുവരെയും കർത്താവ് അഡ്രസ്സിലൊന്നും കാര്യം. ഞങ്ങൾ പായ്പാട്ട് പഠിക്കുമ്പോൾ ഇന്ത്യയിലെ തോമസ് സാറ് പറയുമായിരുന്നു, പോസ്റ്റ്മാൻ തട്ടാതിരിക്കാൻ വേണ്ടി അഡ്രസ് ഉള്ളു. അത് ചിന്തിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ സുവിശേഷം ഒന്നേ ഉള്ളൂ, കർത്താവിൽ കൂടെ ലഭിക്കുന്ന സന്തോഷം പ്രഘോഷിക്കുക. ഞാനെപ്പോഴും ഇതൊക്കെ ഓർക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെങ്കിൽ കർത്താരദാസിയും പായ്പാട്ട് പഠിച്ചാന്ന് തോന്നുന്നു. എന്തായാലും പറഞ്ഞാൽ ന്യൂ ഇന്ത്യയിൽ പഠിച്ച ആളുകളെല്ലാം കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടുന്നുണ്ടെന്ന് 99% എല്ലായിടത്തും ഉണ്ടല്ലോ. ഒരു വീട്ടിൽ 10 മക്കളുണ്ടോ, ഏതിലൊന്ന് ഇല്ലാതെ വരും. പക്ഷെ അവര് ഞാൻ കുറ്റം പറഞ്ഞില്ല, കാരണം അവരെ കർത്താവ് വിളിച്ചിട്ടില്ല. ഞാൻ പറയുന്നത്, ഞാൻ വാസ്തവത്തിൽ ശരിയായിട്ട് അങ്ങ് സമർപ്പിച്ചത് പായ്പാട് ന്യൂ ഇന്ത്യയുടെ പഴയ ചാപ്പൽ വെച്ച് ബൈബിൾ ദത്തത്തോട് ചേർത്ത് വെച്ച് കർത്താവിന് സമർപ്പിച്ചു. ഏതോർക്കെയാണ് അത് ആ സമർപ്പണം. പക്ഷെങ്കിൽ ലക്ഷ്യബോധം ഉണ്ടായിരിക്കും. ലക്ഷ്യമുണ്ടെങ്കിൽ നിശ്ചിത സ്ഥലത്ത് ഒന്നിക്കണം. പരദേശി മോക്ഷയാത്ര വായിക്കുമ്പോൾ ക്രിസ്ത്യാനിയുടെ ലക്ഷ്യം അങ്ങ് ദൂരെ കാണുന്ന ആ നേരിയ വെളിച്ചമാണ്. വെളിച്ചം കാണാതെ ലക്ഷ്യമില്ലാതെ ഇറങ്ങിയവരൊക്കെ ഇടയ്ക്ക് ഇട്ടേച്ചു പോകും. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ഞാൻ ഇട്ടേച്ചു പോകേണ്ട പല സന്ദർഭങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ചില അനുഭവങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അനേകം ഞങ്ങളെ പാട്ടുകാരൻ പാടുന്ന പോലെ ഒന്നും കാണാതെ പോയ അനേക അനുഭവങ്ങൾ. ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞില്ലേ, സുവിശേഷനായി എൻ്റെ വീട്ടിലാരും വരാറില്ല.
പക്ഷെങ്കിൽ ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം അയക്കുന്നവരെ നമ്മുടെ വീടുകളിൽ വരാവുന്നു. അങ്ങനെ ഉദ്ദേശിച്ചു. എന്നെ ഒരു വീട്ടിൽ സുവിശേഷം പറഞ്ഞ ചെന്നുമ്പം വീട് ഞാൻ കയറത്തില്ല. ആരുടെയും വീട്ടിൽ കയറത്തില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ അറിയാവോ? ഇന്നത്തെ പ്രത്യേകിച്ച് അന്ന് പാസ്റ്റർമാരുടെ പേരിലാണ് കാര്യങ്ങൾ നടക്കുന്നത്, തട്ടിപ്പടക്കം. എന്നെ വ്യക്തമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ ആ വീട്ടിൽ കയറും. എനിക്ക് ആരുടെയും വീട്ടിൽ കയറണം നിർബന്ധമില്ല. ഞാൻ പറഞ്ഞ വചനങ്ങളൊക്കെ. പക്ഷെ പിൽക്കാലങ്ങളിൽ അവർ നമ്മുടെ സ്നേഹിതരായി മാറും. കർത്താവിനെ അറിയും. അവർ അനേക ആളുകൾ, അത് ചെറിയവരായിരുന്നാലും വലിയവരായിരുന്നാലും, അവർ കർത്താവിനെ അറിയണം. നമുക്ക് ലക്ഷ്യമുണ്ടാകണം. എന്റെ ലക്ഷ്യത്തിൽ കൂടെയാണ് ഞാൻ ഇന്നുവരെയും പോകുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്നു ആ ലക്ഷ്യം എന്റെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും. എനിക്ക് അങ്ങനെയുള്ള ഒത്തിരി ചിന്തകളാണ് എന്നെ ധൈര്യപ്പെടുത്തുന്നത്. എന്നോട് ഭയപ്പെട്ട് പഠിച്ച ഇപ്പോൾ നിത്യശ്രമിക്കുന്ന ദിവസമുണ്ട്. അദ്ദേഹത്തെ കാണുമ്പോൾ എല്ലാം ചോദിക്കുമായിരുന്നു, മനോജ് നീ ഇന്നും ഹെബ്രോനിലാണോ? ഞാൻ പറഞ്ഞാൽ ഇന്നും കൂട്ടായ്മ തന്നെയാണ് നിലനിൽക്കുന്നത്. സ്വതന്ത്രം. അപ്പം നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന പട്ടിണിയുടെ ആ കാലഘട്ടം ഞാൻ ഓർക്കുകയാണ്. ഇവിടെ താമസിക്കുന്ന സമയത്ത്, ഈ സ്ഥലത്ത് 2000 താമസിക്കുന്ന സമയത്ത് നല്ല ശമ്പളം കൊടുക്കുന്ന 4000-5000 രൂപ ശമ്പളം കൊടുക്കുന്ന, സപ്പോർട്ട് കൊടുക്കുന്ന, ശമ്പളം എന്ന് പറയാൻ പറ്റില്ല, ശമ്പളം തന്നെയാണ്, കൃത്യമായ സമയത്ത് കൊടുക്കുന്ന ശമ്പളം. അപ്പം ആ സപ്പോർട്ട് കൊടുക്കുന്ന സഭയിലൊക്കെ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, അന്ന് ഞാനിങ്ങനെ പറയട്ടെ, അന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ, ഒന്ന് പറയാൻ പാടില്ലെങ്കിലും പറയാ, ഒരാഴ്ച എന്തിനു പറയുന്നു, ഒരു വർഷം കിട്ടുന്നത്, ഒരു വർഷത്തെ വരുമാനം 7000 രൂപയാണ്. ഞങ്ങൾ ആനുവൽ എല്ലാം കൂട്ടി വെക്കും. അതെന്റെ എന്റെ മകളുടെ മമ്മി അങ്ങനെ ചെയ്യുമായിരുന്നു. എന്നിട്ട് സഭകളിൽ വായിക്കും. അവ പലർക്കും പ്രചോദനമായി. ഒരു വർഷത്തെ വരുമാനം 2000-ലും 98-ലും ഒക്കെ വരുമാനം എന്ന് പറഞ്ഞാൽ 7000, 6000, 5000 രൂപയാണ്. ഇതുകൊണ്ട് ഞങ്ങൾ ആഹാരം കഴിക്കും, ഞങ്ങളുടെ കർത്താവിന് വേല ചെയ്യും, യാത്ര ചെയ്യും, ദശാംശം കൊടുക്കുവാന്ന്. എനിക്ക് വന്ന ഇപ്പോഴാണ് തോന്നിയൊരു മടുപ്പ്. കൊടുക്കുന്നില്ലെന്നല്ല പറഞ്ഞേ, ചെയ്യുന്നുണ്ട്. കൃത്യമായി ദശാംശം കൊടുക്കും. ഇന്ന് കൊടുക്കുകയല്ലോ. 1 കോടി രൂപ കിട്ടി അങ്ങനെ ദശാംശം കൊടുക്കണേ? മാത്രം കർത്താവ് കൊടുക്കാനും. കർത്താവിനല്ല, പാസ്റ്റർ, സഭയ്ക്ക്. പാസ്റ്റർക്ക് സഭയ്ക്ക് കൊടുത്താൽ നീ രക്ഷപ്പെടുത്തില്ല. എനിക്കൊരു ദിവസം അറിയാം. നിത്യത്തിൽ ശ്രമിക്കുന്ന ജോൺ ചെലപ്പൻ ദേവാസൻ ഹൈറേഞ്ചിൽ ചെന്നു. അദ്ദേഹത്തെ കഷ്ടപ്പെട്ടാണ് നേടിയപ്പോൾ അദ്ദേഹം വിശ്വാസികൾ പറഞ്ഞു, നീ ശമ്പളമാക്കാന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞു. കാരണം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൃഷി ചെയ്യുന്നവൻ അത് അനുഭവിക്കണം. നിശ്ചയമായും നിങ്ങൾ കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി നിന്നാൽ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിന്നാൽ, സുവിശേഷ പ്രവർത്തനത്തിൽ നിന്നാൽ, ലക്ഷ്യം നിങ്ങളെ സുവിശേഷത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. ഞാൻ സുവിശേഷകനാണ്. സുവിശേഷകൻ എന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ നമ്മുടെ നാട്ടിലെല്ലാം പാസ്റ്റർമാരാണ് സുവിശേഷകരാണ്. ഞാൻ പറഞ്ഞു പോകുമ്പോൾ എല്ലാം വിട്ടുപോവുക. ശ്രുതി അനുഭവങ്ങളല്ലേ. അപ്പം കർത്താവിന് വേണ്ടി കൊടുക്കുന്ന കാര്യത്തെ കുറിച്ച് പറയാം. കർത്താവിന് വേണ്ടി കൊടുക്കണം. 1 കോടി കിട്ടിയാലും 10 കോടി കിട്ടിയാലും 10 രൂപ കിട്ടിയാലും ഒന്നേന്ന് തുടങ്ങണം. കൊടുക്കണം. അത് കൊടുത്താൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. അങ്ങനെ ഞങ്ങൾ ആ കഷ്ടതയുടെ പോയെങ്കിലും കർത്താവിന് വേണ്ടി കൊടുത്തുകൊണ്ടും ഞങ്ങൾ കിട്ടുന്നതെല്ലാം കർത്താവിന് വേണ്ടി മുടക്കുക. ഞങ്ങൾക്ക് അങ്ങനെ അതുകൊണ്ട് ആഹാരം കഴിക്കാനില്ല കണ്ടാണ്. കാരണം വണ്ടിക്കാർ കൊണ്ടുപോവുക. എവിടെയെങ്കിലും പ്രസംഗം തോന്നി അങ്ങ് പോകുക. അവിടെ പോയി പ്രസംഗിക്കാൻ പിന്നെ നോട്ടമില്ല. അതുകൊണ്ട് കർത്താവ് നമ്മെ അനുഗ്രഹിപ്പാൻ ഇടയായി തീർന്നു. തന്നെ ഈ അനുഗ്രഹം എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാവര ജംഗമ വസ്തുക്കളാണ്. സമാധാനമാണ് ഏറ്റവും വലിയ അനുഗ്രഹം. എനിക്ക് അനേകം അറിയാം. എല്ലാം ഉണ്ട്. നുണ പറഞ്ഞും സത്യം പറഞ്ഞും ഒക്കെ കിട്ടുന്നുണ്ട്. സുവിശേഷ വേലയിൽ നുണ പറഞ്ഞു വാങ്ങിക്കുന്നവരെ എനിക്കറിയാം. അത് നമ്മുടെ തലമുറയ്ക്ക് ദോഷമാണ് കേട്ടോ. എന്റെ മകൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പപ്പ ദോഷം ഒന്നും ചെയ്യരുത്. അപ്പത്തേക്ക് നിന്റെ മരുമാൻ വീണ് അതുകൊണ്ടാണെന്ന് എനിക്ക് എല്ലാം എയും ബി 2 കുറവുണ്ട്. പക്ഷെങ്കിൽ അത് ദൈവം തന്നെ. കഴിഞ്ഞ ശ്രീദാസന്മാരെ വിളിച്ച് പറഞ്ഞു, രാജേഷ് പാസിന് ഒരു ശക്തമായ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. കാരണം അവന് ഓർമ്മശക്തി കൊണ്ട് സംസാരിക്കുന്നുണ്ട്, കൈകാലുകളൊന്നും തുറന്നിട്ടില്ല, എന്താ സംഭവം നടത്തില്ല. പക്ഷെ എല്ലാം കാരണം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന വചനം ചിന്തിക്കുമ്പോൾ അതിന് മറുപടി ഇതില്ല. ഞാൻ പറഞ്ഞത് എന്റെ മകളോട് പറഞ്ഞു, പപ്പ ദോഷം ചെയ്യരുത്, അതെനിക്ക് ദോഷമായി തീരും. നുണ പറയത്തില്ല. ഞാൻ എൻ്റെ മകള് ഈ കഴിഞ്ഞ ദിവസമൊക്കെ പല കാര്യങ്ങളിലും ബിൽഡിംഗ് നന്നായിട്ട് വന്നപ്പോൾ ഞാൻ പറയും, മകളെ എത്രമാത്രം ഉയർന്നാലും
നുണ പറയരുത്. നുണ പറയാതിരുന്നാ മതി, ദൈവം നിന്നെ നിലനിൽക്കാൻ പറയാൻ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നുണ പറയാതിരിക്കുക. ദൈവമക്കളെ, പലയിടത്തും പലരും ഇല്ലാത്ത പറഞ്ഞ സ്വന്തം ഭാര്യയ്ക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് കാശ് പേടിക്കാതെ ഉപദേശിമാരെ കാണാതെ ആരാ നിന്നോട് ചോദിക്കരുത്. ആ, ഭാര്യയ്ക്ക് ക്യാൻസർ ആണ്. എന്റെ കർത്താവേ, എന്ത് ചെയ്യും? എനിക്ക് വേണം ധൈര്യമായിട്ട് പറയാം, എന്റെ ഭാര്യയ്ക്ക് വയ്യ, അവർക്ക് ഹർണിയുണ്ട്, അവർക്ക് 4 വർഷമായിട്ട് കിടക്കുക. ആരുടെ സിമ്പതിയ ഇതൊന്നും അല്ല നമുക്ക് ആവശ്യം. ദൈവത്തിന്റെ മഹാകരുണ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിച്ചിരിക്കാൻ കഴിയത്തുള്ളൂ. 1000 ലക്ഷങ്ങളോ കിട്ടിയാലും അത് നഷ്ടപ്പെട്ടാൽ, കേവലം ഒരു പനി വന്നാൽ നഷ്ടപ്പെട്ടു പോകും. ചുറിയുറുക്കോടെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. അല്പമെങ്കിലും ജീവിക്കുവാൻ നാം ശ്രമിക്കണം. ഞാൻ ശ്രമിക്കുന്നതാണ്. പൗലോസ് പോലെ ദൈവമക്കളെ, നമ്മളെല്ലാം ശ്രമിക്കുക. സ്വതന്ത്രം. അപ്പം ദൈവം നടത്തുവാൻ ശക്തനാണ്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ, ഒത്തിരി അനുഭവങ്ങൾ. എൻ്റെ ഭാര്യ ഷാഹിന മാത്യു, ഞാൻ എപ്പോഴും പറയാം, എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്കൊരു വീട് വേണം. ഞാൻ പറയും, എൻ്റെ കുഞ്ഞെ, വീട്ടിലല്ലേ കിടക്കുന്നത്? നനനടന്നല്ലേ കിടന്നത്? ഞാൻ ഓർക്കുക, വീട് വേണം, അതൊക്കെ വേണം. ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടി നിങ്ങൾക്ക് നിത്യതയിൽ പോകാൻ ചിന്തിക്കരുത്. അതല്ല, ഇവിടെയല്ല നമ്മുടെ ജീവിതം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവുന്ന ഉച്ചത്തിൽ പറയുകയും ചെയ്യും, ഇവിടെ വാരി കൂട്ടുകയാണ്. വീടോട് വീടും വയലോട് കൂട്ടുന്നവർക്ക് അയ്യോ കഷ്ടം. ആക്കിക്കണം പറഞ്ഞ് പ്രസംഗിക്കുന്ന സമയമല്ലോ അത്. അപ്പൊ നോക്കുക, നമുക്കുള്ളത് കൊണ്ട് സമൃദ്ധിയിൽ ഇരിക്കുവാൻ പൗലോസ് പറഞ്ഞ കാര്യമുണ്ട്. എന്നെ ഏറ്റവും ധൈര്യപ്പെടുത്തുന്ന വാക്യമാണ്, താഴ്ചയിരിക്കാനും സമൃദ്ധിയിരിക്കാനും ഞാൻ പഠിച്ചിട്ടുണ്ട്, അഭ്യസിച്ചിട്ടുണ്ട്. ആരായി പറയുന്നത്? പൗലോസ്. ശൗലായിരുന്നു. പൗലോസ് പറയുക, എവിടെയാ പഠിച്ചേ? അവന് വീട്ടിൽ നിന്ന് പഠിച്ചാണോ? വീട്ടിൽ നന്നായി ജീവിച്ചാണ് നമ്മളെല്ലാം. വീട്ടിലും അറിഞ്ഞിട്ടില്ല, ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരെ, 2 ഏക്കർ ഞാൻ പറയാൻ ശ്രമിക്കണം സ്ഥലത്തിൽ ഓടിക്കളച്ചാണ്. പക്ഷെങ്കിൽ ഇപ്പൊ ഒന്നുമില്ല. എല്ലാം അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. അതൊരു മിസ്റ്ററി ആയിട്ടിരിക്കട്ടെ. ഞാൻ പറഞ്ഞത്, നിനക്ക് എന്തെല്ലാം നഷ്ടമാകുമോ അതെല്ലാം കർത്താവ് മടക്കി തരും. അപ്പൊ ഞാൻ പറഞ്ഞു, മകളെ, വീട്ടിൽ താമസിക്കുന്ന നല്ല വീട്ടില, നല്ല ഷീറ്റ് ഇട്ട വീടാ, കുഴപ്പമൊന്നുമില്ല, മാന്യമായി താമസിക്കുന്ന അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, ഉണ്ട്. പക്ഷെ അവിടെ ആഗ്രഹമാണ്, നല്ലതാണ് ആഗ്രഹം. പക്ഷെ ആഗ്രഹം ഒരിക്കലും എന്താണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്താണ് അപരാധിയായി പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ ദൈവം പ്രവർത്തിക്കും. ദൈവത്തോട് നമ്മൾ കാര്യം പറഞ്ഞാൽ ദൈവം, ഞാൻ ഒരു പ്രാവശ്യം ഒരിക്കലും ദൈവാസനം എടുത്തപ്പോൾ ഒരു ദൈവാസനാണ് അവൾ പ്രവാചകാത്മാവ് പറയാണ്, നിനക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ഞാനൊന്നും അറിയാറില്ല, പക്ഷെങ്കിൽ നമ്മുടെ ഞരക്കങ്ങൾ അറിയുന്ന ഒരു ദൈവം. അതാ കരച്ചില്ലേ, പുറമെ ആരെയും കാണിക്കുന്ന കരച്ചിലാകണമെന്നില്ല, പക്ഷെങ്കിൽ അകത്തെ നമ്മുടെ ഞരക്കങ്ങൾ അറിയുന്ന ഒരു ദൈവം അത് എഴുതി വെക്കും. നമ്മുടെ കണ്ണുനീർ തുരുത്തിൽ കൊട്ടിവെക്കുന്നൊക്കെ പറഞ്ഞ് ചുമ്മാങ്ങ് പോവുകയല്ല ചെയ്യേണ്ടത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് സുവിശേഷ വേലയിൽ ആരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കണമെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരു സുവിശേഷ നിലയിൽ എവിടെ പ്രസംഗിച്ചാലും എനിക്ക് അവസരം. സുവിശേഷ വേലയിൽ ആരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെങ്കിൽ, സുവിശേഷ വേലയ്ക്ക് ആരെങ്കിലും ഇറങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ധൈര്യമായിട്ട് ഇറങ്ങിക്കൊള്ളൂ. എൻ്റെ ഞങ്ങളുടെ മകളെ സുവിശേഷ വേലയ്ക്ക് നേർന്നു വിട്ടപ്പം എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ, അദ്ദേഹം പറഞ്ഞു, മോളെ, നിങ്ങളുടെ വയസ്സനാം കാലത്തെ നിങ്ങളെ നോക്കേണ്ടത് അവള് നേഴ്സിങ്ങിനോ വല്ലതും വിടുകയാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പം ഇപ്പോഴത്തെ ആളല്ല, പണ്ടത്തെ ആള്. എൽസമ്മ കോട്ടയം യൂട്യൂബിൽ പ്രസംഗമുണ്ട്. എൽസമ്മ കോട്ടയം അടിച്ചാൽ യൂട്യൂബിൽ ഒരു പ്രസംഗമുണ്ട്. അന്ന് ഈ ഫോണൊന്നും ഇല്ലായിരുന്നു. ഇതെന്റെ ഇപ്പോഴത്തെ ഭാര്യ വന്നപ്പം അവരുടെ അധ്വാനത്തിന് വല്ലതും കൊണ്ട് വാങ്ങിച്ച ഫോണാണ്. അതുകൊണ്ട് അന്ന് ഫോണൊന്നും ഇല്ല. എങ്കിൽ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇട്ടു. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, മോളെ സുവിശേഷ വേലയ്ക്ക് വിടാതെ നേഴ്സിങ്ങിന് വിടാമെങ്കിൽ നിങ്ങൾക്ക് വയസ്സനാം കാലത്തോളം കഴിക്കാന്ന് പറഞ്ഞു. ഞാൻ നേരം പറഞ്ഞൊരു കാര്യമുണ്ട്, അവൾ തന്നല്ല ഞങ്ങൾ ജീവിക്കുന്നത്. ഇപ്പോഴങ്ങനല്ല ജീവിക്കുന്നത്. ഇപ്പോഴത്തെ ദൈവത്തിന് നാളെ കരുതിക്കോ, സംഭവിച്ച കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിൽ എനിക്ക് കർത്താവിനോട് ചെയ്ത തീരുമാനം അത് വലുതാണ്, അല്ലേ? നേർന്നത് നിവർത്തിക്കണം. അതൊന്നേ ഉള്ളെങ്കിലും നിവർത്തിച്ച നമുക്ക് ചരിത്രങ്ങൾ അറിയാം, അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിനോട് പറഞ്ഞത്, കർത്താവ് ഒന്നും ചോദിച്ചിട്ടില്ല, നമ്മൾ പറഞ്ഞതാ, അല്ലേ? നീ തീരുമാനം എടുത്ത നിന്റെ ഇഷ്ടമല്ലേ? കർത്താവ് പറഞ്ഞിട്ടാണ് എടുത്തേ, അല്ലല്ലോ. അതുകൊണ്ട് പ്രിയ സഹോദരി എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. തകർന്നു പോകുമെന്നുള്ള ചിന്ത പലപ്പോഴും എന്നെയും ഭരിക്കുന്നുണ്ടെന്ന്.
മുമ്പോട്ട് പോകുമെന്നുള്ള ചിന്ത എന്നെയും ഭരിക്കുന്നുണ്ട്. കാരണം സാഹചര്യങ്ങൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, ഏകാന്തത വരുമ്പോൾ പിടിച്ചു വയ്ക്കാൻ കഴിയത്തില്ല എന്ന് ഓർക്കുന്ന അനേക സന്ദർഭങ്ങൾ വരുന്നുണ്ട്. പക്ഷെങ്കിൽ അവിടെയെല്ലാം പിടിച്ചു നിർത്തുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ തിരുവചനമാണ് പിടിച്ചു നിർത്തുന്നത്. ഓ ഹല്ലേലൂയ. രാവിലെ ഇറങ്ങി മൈക്ക് സെറ്റ് വെച്ച് ഒരു പ്രസംഗം നടത്തി കഴിയുമ്പോൾ മനോവിനെ നിരാശപ്പെടും. 10 പേർക്ക് ഒരു ട്രാക്ട് കൊടുത്താൽ 10 കൊടുക്കണ്ട. അതാണ് എന്റെ ധൈര്യം. ഇന്നും ഈ സമയത്തും ചുമ്മാ പറയുന്നില്ല, സ്വന്തം ദൈവം കാണുന്നുണ്ട്. അവിടെ വിശ്വസ്തമായി നിന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. സുവിശേഷത്തിന് വേണ്ടി നിന്നാൽ. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ നാം മനസ്സിലാക്കണം, ദൈവം എത്ര ശക്തനാണ്. ദൈവശക്തനാണ്. ഒത്തിരി വാക്ക് എനിക്ക് പറയാനുണ്ട്, ഒത്തിരി തിങ്ങി വരുന്നുണ്ട്. പക്ഷെങ്കിൽ അവിശ്വസ്തത നാം തകർന്നു. പിശാച് പറയും നീ രക്ഷപ്പെടത്തില്ല. പിശാചിന്റെ ഏറ്റവും വലുതായത് ഞാൻ പഠിപ്പിക്കാറുള്ളത് നിരാശയാണ്. അങ്ങനെ നിരാശപ്പെടാനാണെങ്കിൽ എൻ്റെ ചുറ്റും പ്രതികൂലങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രാവിലെ വരുമ്പോൾ, ഉച്ചയ്ക്ക് 2 മണിക്ക് വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്നലെ ഇരുന്ന് അല്പം ചോറെടുത്ത് ചൂടാക്കി കർത്താവിന്റെ അടുത്തുള്ള സഹോദരി അല്പം ചക്കയൊക്കെ വഹിച്ചുകൊണ്ട് കൊടുത്തു. അത് കഴിച്ചിട്ട് ഇറക്കുകയാണ്. ഞാൻ പറയുന്നത്, മരണത്തിനപ്പുറത്തൊരു ജീവിതം ഉണ്ടെന്ന് പ്രസംഗിക്കുന്ന നമ്മൾ ഇവിടെ എരുങ്ങി കഷ്ടപ്പെട്ട് രോഗിയായി ദുഃഖിച്ച് നിങ്ങളുടെ രോഗത്തിൽ കിടക്കണമെന്നല്ല, രോഗം മാറും, അത് കർത്താവ് മാറ്റും. പക്ഷെങ്കിൽ ഈ സമയത്ത് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന അവിശ്വസ്തയോടെ ചെയ്തില്ല എങ്കിൽ ഞാൻ അതിനോട് കണക്ക് തീർക്കുന്ന നാൾ നിന്റെ കരം ബലപ്പെട്ടിരിക്കുമോ? ഞാൻ ചിന്തിക്കുകയാണ്, ഇല്ല ഈ നുണയൊക്കെ പറഞ്ഞ് വാങ്ങിച്ചു കൂട്ടിയിട്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇവർക്കൊന്നും ഭയമില്ലേ എന്ന് ചിന്തിക്കും. കാരണം അവരുടെ മനസ്സ് കുരുളാക്കി വെച്ചിരിക്കുക പിശാച്. തന്നിമിത്തവർ എന്തിനും തയ്യാറായിരിക്കുക. എന്നാൽ വിശ്വസ്തയോടെ നിൽക്കുന്ന എന്നെ നിങ്ങളെ ദൈവം മാനിക്കാൻ ശക്തനാണ്. ഹല്ലേലൂയ. ഏത് മനുഷ്യനെയും ക്രിസ്തു തികഞ്ഞവനാക്കി നിർത്തും ശക്തിയുള്ളവനായ കർത്താവ്. ഞാൻ പറഞ്ഞത് എന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ പറഞ്ഞാൽ ഒത്തിരിയുണ്ട്. ചില അനുഭവങ്ങൾ മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് ഒരു കാര്യം പറഞ്ഞു നിർത്താം. എൻ്റെ പ്രിയപ്പെട്ട ഇപ്പോഴത്തെ ഷാഹിന ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ എല്ലാം കർത്താവിനെ വേല ചെയ്തിട്ട് അവിടെ ഞാൻ തുടങ്ങിയത്, നിങ്ങൾക്ക് ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവളെ ഡയറിയൊക്കെ എടുത്തു കാണിച്ചു. ഈ സ്ഥലത്ത് താമസിക്കുമ്പോൾ ആ കാലഘട്ടത്തില് ഒരു നേരത്തെ നല്ല ആഹാരം കഴിക്കണം ചിന്തയില്, ഇത് ഞാൻ പറയുന്നത് ഇപ്പൊ നല്ല ആഹാരമുണ്ട്, വീട്ടിൽ സാധനമുണ്ട് അല്ലേ പറയത്തില്ല. അന്ന് ഞങ്ങളിങ്ങനെ സുവിശേഷ പ്രവർത്തനമൊക്കെ നടത്തി വരുമ്പോൾ ഒരമ്മച്ചി സ്വന്തം പറമ്പിലെ കപ്പയൊക്കെ പറിച്ച് ഇങ്ങനെ തൂക്കി വിറ്റുകൊണ്ടിരിക്കുക. അപ്പൊ ഇന്നത്തെ കപ്പ പോലല്ല ടപ്പയൊക്കെ, അതിന് ചെറിയ പീസുകളൊക്കെ ഉണ്ട്. അപ്പൊ എൻ്റെ ഭാര്യ എൽസമ്മ ആഗ്രഹിച്ചു, ഒരു 2 പീസ് ചെറിയ ആ പീസൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് കഴിക്കാൻ വരും. പക്ഷെ കിട്ടിയില്ല. അത് അവൾ വന്ന് ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. ആ ഭാഗം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഒരു ഷാഹിനെ കാണിച്ചു. ഒത്തിരി കാര്യങ്ങൾ ഇനിയും പലതും കാണിക്കാനുണ്ട്, അതെല്ലാം കാണിച്ചു. കാരണം ധൈര്യപ്പെടണം, നാം വേദനപ്പെടണം, നിരാശപ്പെടണം. സുവിശേഷ വിലക്ക് ഇറങ്ങിയിട്ടിരിക്കുന്നു. എൻ്റെ അപ്പൻ എന്നോട് എൻ്റെ പിതാവിനോട് ചോദിച്ചു, അപ്പൊ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്, നീ മാത്രം പറഞ്ഞിട്ട് ഒന്നും ഉണ്ടാക്കില്ല. കാരണം എല്ലാവർക്കും ഇറങ്ങി ഉണ്ടെന്നുള്ള സൗകര്യമുണ്ട്. ആ ദൈവം അവർക്കത് കൊടുക്കുവാൻ തീരുമാനിച്ചത്. അത് കൊടുത്തെങ്കിലേ അവർ നിൽക്കത്തുള്ളൂ. അതാ വിഷയം. അതാണ് എൻ്റെ കാര്യം. ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്, എനിക്ക് എന്നെ എങ്ങനെ ഇട്ടാൽ ഞാൻ, നമുക്കറിയാം നമ്മുടെ കഴിവിന്റെ പ്രാപ്തിക്ക് അനുസരിച്ചാണ് ദൈവം നമുക്ക് ഓരോന്ന്. നമ്മളപ്പനും അമ്മയും മക്കളും മാതാപിതാക്കളല്ലേ, നമ്മുടെ മക്കളുടെ കഴിവ് നമുക്ക്, അവർക്ക് കഴിയുന്നത് നമ്മൾ സഹിക്കുവാനും ക്ഷമിക്കുവാനും വഹിക്കുവാനും കഴിവുള്ളത് നമുക്ക് ദൈവം തരത്തുള്ള ദൈവത്തിന്റെ പൈതലേ. അതുകൊണ്ട് രാത്രി ഞാൻ പറഞ്ഞു, ഈ ഈ ശബ്ദം കേൾക്കുന്ന ഏത് സമയവും മനസ്സിലാക്കുന്ന വിഷയം, നമ്മുടെ കഴിവിനനുസരിച്ചല്ല, നമ്മുടെ പ്രാപ്തിക്കനുസരിച്ചല്ല, നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതിനനുസരിച്ചല്ലാതെ ദൈവം നമുക്കൊന്നും തരത്തില്ല. അതാണ് എന്നെ ധൈര്യപ്പെടുന്നത്. താഴ്ചയിരുപ്പാനും സമൃദ്ധിയിരുപ്പാനും പഠിച്ചിട്ടുണ്ട്. അത് പഠിക്കണം. സുവിശേഷകർ പഠിക്കണം. ദൈവം മക്കൾ എല്ലാവരും പഠിക്കണം. ഇതൊന്നും കിട്ടിയ ഈ എന്താ പറഞ്ഞ, എല്ലാരും ഞാൻ പറയുന്നില്ല പോട്ടെ, ഈ സംതൃപ്തിയില്ല. സഹോദരന്മാരായിരുന്നാലും ദേവദാസന്മാരായിരുന്നാലും ദേവദാസിമാരായിരുന്നു. അങ്ങനെ 2 ഇതുണ്ട്. പ്രത്യേകിച്ച് സുരക്ഷാക്കി ദേവദാസന്മാർ എന്ത് കിട്ടിയാലും പരാതിയാ.
ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചെറുപ്പം തൊട്ടേ പരാതി ഒന്നുമില്ല, കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഓർക്കുകയാണ്, എനിക്ക് ആഹാരം കിട്ടുക വയറിന് വിശപ്പിക്കുന്നത് കിട്ടണമുണ്ടെങ്കിൽ എന്റെ വിഷയമൊന്നുമില്ല. ഞാൻ പറയുന്നത്, എനിക്ക് ഇന്നത് വേണമെന്ന് നിർബന്ധിക്കുവാൻ നമുക്ക് യോഗ്യതയൊന്നുമില്ല. ദൈവം നമുക്ക് ആവശ്യം. അത് എന്റെ മകൾക്ക്, ഞങ്ങളുടെ മകൾക്കും അങ്ങനെയാണ്. അതുകൊണ്ട് അവള് ദൈവം നടത്തും നമ്മെ, നമ്മുടെ തലമുറകളെയും ദൈവം നടത്തും. കർത്താവിന് വേണ്ടി കഷ്ടം എന്നുള്ള വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു നേരത്തെ ആഹാരമില്ല വരുന്നൊരു കഷ്ടതയല്ല. ഒരു നേരത്തെ നല്ല ഡ്രസ്സില്ലെങ്കിൽ അത് കഷ്ടതയല്ല. നല്ല വാഹനമില്ലെങ്കിൽ അത് കഷ്ടതയല്ല. ഞാൻ ഓർക്കുകയാണ്, 10-25 കിലോമീറ്റർ, നിങ്ങൾ വിശ്വസിക്കുകയല്ല, രാവിലെ മകളെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് 10-25 കിലോമീറ്റർ നടക്കും. അതുകൂടെ പറയണമല്ലോ, ഹൃദയത്തിന്റെ വാൽവ് ചുരുങ്ങി രക്തം ചുവപ്പി കിടന്നിടത്ത് നിന്ന് രക്ഷപ്പെട്ട് വന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരുടെ, എന്റെ സ്നേഹിതരൊക്കെ എന്റെ നാട്ടിൽ പറഞ്ഞു, എടാ മനോജെ, ഇതിനെ കൊടുക്കാള. കാരണം കയറ്റമാ, മലപ്രദേശമല്ലേ. എന്റെ തോളെ പിടിച്ചോണ്ടാണ്. ഞാൻ കയ്യിലൊരു സഞ്ചിക്കകത്ത് ട്രാക്ട്സ്, ബുക്സ്, ബൈബിള്, മകൾ കുഞ്ഞാണ്, അവളെ തോളയില്, ഒരു സൈഡിൽ എന്റെ ഭാര്യ എന്റെ തോളെ പിടിച്ചാൽ കയറി വരും. ഇത് കണ്ട് എന്റെ കൂട്ടുകാർ എന്നെ കൊണ്ട് കാണാം. പക്ഷെങ്കിൽ അവരോടെല്ലാം ശക്തമായി സുവിശേഷം പറയുവാൻ രാത്രിയാമങ്ങളിൽ, അനേക ദിവസങ്ങൾ യോഗം, സുവിശേഷ പ്രഘോഷണത്തിന്റെ വീട് വിട്ടു നടത്തുവാൻ മന്ത്രവാദിയായിരിക്കുന്നവരെ, അതുപോലെ തന്നെ ചന്ദ്രരോഗം ബാധിച്ചവരെ, കള്ളന്മാരെ, ധൈര്യത്തോടെ മോഷ്ടിക്കാൻ പോകുന്നവനെ യോഗം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു വന്നത് എല്ലാം ദൈവനാമഹത്വത്തിനായിട്ട്. അപ്പം പരാതിയില്ലാതെ കർത്താവിന് വേല ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നമ്മെ അനുഗ്രഹിക്കും. വീടില്ലെന്നോ ബുദ്ധിമുട്ടുണ്ടെന്നോ യാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെന്നോ ഓർത്ത് നീ ഭാരപ്പെടരുത്. നീ എന്നെ ഞെരുക്കുന്ന ഒരു ഭാരത്തെ കുറിച്ച് നീ ഭാരപ്പെടരുത്. പ്രിയമുള്ളവരെ, അതിനകത്ത് ഞാൻ പറയട്ടെ, നമുക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. നാടില്ല നമുക്കീ ഉലകിൽ, വീടില്ല നമുക്കീ മരുവിൽ, സ്വർലോകത്തിൻ തങ്കത്തെരുവിൽ കാണും വീടൊന്നു വിരവിൽ. ഇവിടെ ഒന്നും ഇല്ലെങ്കിലുമേ, അപ്പൊ ചില ആളുകൾ പറയും, അതെന്റെ പാസ്റ്ററെ, അത് നിങ്ങൾക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പാടുന്നതാണ്. അതേഹേ, അത് ഞങ്ങൾക്ക് മുകളിലുള്ളത് പ്രത്യാശയുണ്ട്. അത് നിരാശ കൊണ്ട് പറയുന്നതാണ്, അല്ലെങ്കിൽ ഇത് കരകതമാക്കുവാൻ കഴിവില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. അതെ, ഇവിടത്തെ അല്ല വിഷയം, മുകളിലുണ്ട്. ഇവിടെ കിട്ടിയിട്ട് മുകളിലില്ലെങ്കിലോ? അതുകൊണ്ട് വിശ്വസ്തമായി കർത്താവിന് വേല ചെയ്താൽ എത്ര സന്തോഷമുള്ള കാര്യം. ദൈവത്തിന്റെ ഓരോ പരിപാലനം ഓർക്കുമ്പോൾ, ദൈവത്തിന്റെ കരുതൽ ഓർക്കുമ്പോൾ, നന്ദിയാലെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഞാനത് ദീർഘിപ്പിക്കുന്നില്ല. ഒത്തിരി പറയാനുണ്ട്. 1 മണിക്കൂറാകുക, 5 മിനിറ്റ് ആയപോലെ എനിക്ക് തോന്നുന്നു. എന്റെ കാര്യം ഒന്നും പറഞ്ഞു. ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ പറയാം, വിശ്വസ്തമായി കർത്താവിനെ സ്നേഹിച്ചവരാരും നിരാശരായിട്ടില്ല. വിശ്വസ്തമായി കർത്താവിനെ സേവിച്ചവരാരും നിരാശരായിട്ടില്ല. എന്റെ ജീവിതത്തിൽ നിരാശയൊന്നുമില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും, അതെല്ലാവർക്കും ഇല്ലേ. അമ്പാനിയുടെ മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് അവരുടേതായ നാട്ടിലൊരു കാര്യം പറയും, ആനയ്ക്ക് തടിഭാരം, കുറുമ്പൻ അരിഭാരം. പച്ച മലയാളത്തിലാക്കിയാ സംസാരിക്കുന്നത്. കാരണം സുവിശേഷ വേലയിൽ, കർത്താവിന്റെ വേലയിൽ വിശ്വസ്തമായി നിന്നാൽ ഒത്തിരി അനുഭവങ്ങൾ നമുക്കുണ്ട്, എനിക്കുണ്ട്. അതുകൊണ്ട് ഇനിയൊരു അവസരം ഈ മീഡിയ കർത്താദാസി ഒരുക്കുന്നതിനാണ് ബാക്കി പറയാം. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് സുവിശേഷ വേലയിൽ ശക്തരായി തീരുവാൻ, കർത്താവിനെ അറിയിക്കുന്നതിൽ, കർത്താവിനെ പ്രഘോഷിക്കുന്നതിൽ ഒരിക്കലും ഭാരപ്പെട്ട് ചെയ്യരുത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഈ മൈക്ക് സെറ്റ് നോക്കി അങ്ങോട്ട് പോകുക, ഒരു പരസ്യവും നടത്തുക, ഒരു ട്രാക്ട് കൊടുക്കുക, തിരികെ വരിക. ഒത്തിരി ഒന്നും നടന്ന എന്റെ കൂടെ ആരുമില്ല, ഞാൻ തന്നെയാണ്. കാരണം എന്റെ ഭാര്യയ്ക്ക് വയ്യാതായോണ്ട് അല്ല അവള് എന്റെ കൂടെ വന്നേനെ. കാരണം ഈ ബൈക്കിനെ കുറയുന്ന ആകപ്പാടെ പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒറ്റയ്ക്കാണെങ്കിലും കൂട്ടായിട്ടാണെങ്കിലും സുവിശേഷത്തിന് വേണ്ടി ഞാൻ കർത്താവിൽ പ്രസിദ്ധരാകുമെന്ന് പറഞ്ഞപ്പോൾ അതോടെ പറഞ്ഞ് നടത്താം. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ, എൻ്റെ ആദ്യത്തെ ഭാര്യയുടെ പിതാവ് പറയായിരുന്നു, പ്രസംഗിച്ച് വീണും മരിച്ചോളാം. അദ്ദേഹം ഇപ്പോഴും ഉണ്ട്, 110 വയസ്സുണ്ട്. മോർച്ചറി കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് ഞാൻ
അച്ഛൻ അച്ഛ പിതാവിനോട് പറഞ്ഞു, പ്രസംഗിച്ച് മരിക്കാനല്ലേ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞു. സ്തോത്രം പറഞ്ഞു. ഞാൻ പറഞ്ഞത് കർത്താവിന് വേണ്ടി പ്രസംഗിച്ച് മരിക്കണം. കാലങ്ങൾ തീരാറായി. എവിടെയെങ്കിലും യുദ്ധം കേട്ടോണ്ടല്ല, കാലങ്ങൾ തീരാറായി. അത് നമ്മുടെ മനസ്സിലായി. വിശുദ്ധന്മാർക്ക് മനസ്സറിയാം എന്റെ സമയമായി. എത്രയോ പേര് അങ്ങനെ പറയാറുണ്ട്. എത്രയോ പേര് ഞാൻ എന്റെ സമയം പറഞ്ഞ് മരിക്കുന്ന ആളുകളുണ്ട്. അവർക്കറിയാം ഞാൻ എന്റെ പ്രാണപ്രിയനോട് അടുത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാണപ്രിയനായ കർത്താവിന്റെ സന്നിധിയിലേക്ക് നാം പോകുവാൻ സമയമായിട്ടുണ്ട്. ഏത് സമയത്ത് കാഹളം കേൾക്കും, അല്ലെങ്കിൽ നാം മരിക്കും. രണ്ട് കാര്യങ്ങൾ: ഒന്നേ മരിക്കും, അല്ലെങ്കിൽ കാഹളം കേൾക്കും. ഒരുങ്ങിയിട്ടുണ്ടോ? പരസ്യത്തിൽ പറഞ്ഞ കാര്യമാണ്. ദൈവമക്കളാ കേൾക്കുന്നത്. രക്ഷിക്കപ്പെടാത്തവർ കേൾക്കും. ഞാൻ എനിക്ക് അയച്ചു തന്നെ ഞാൻ കൊടുക്കും. അതുകൊണ്ട് മരണശേഷം ഒരു ജീവിതമുണ്ട്. രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും രക്ഷിക്കപ്പെടാത്തവരാണെങ്കിലും. രക്ഷിക്കപ്പെട്ടവൻ നുണ പറയാതെ സാൻമാർഗികമായി ജീവിച്ച്, സത്യസന്ധമായി ജീവിച്ച് സുവിശേഷത്തിന്റെ വക്താക്കളായി തീർന്നാൽ പ്രതിഫലം വിഭാഗിക്കുന്ന ആളിൽ ഞാൻ എന്നോട് കണക്ക് നിൽക്കുന്ന ആളിനെ കരം ബലപ്പെട്ടിരിക്കുന്ന ചോദിച്ചോ വാക്കിന് നടുവിൽ ആ സന്നിധി ദൈവസന്നിധിയിൽ വിശ്വസ്തമായി നിൽക്കുവാൻ, ധൈര്യത്തോടെ നിൽക്കുവാൻ, ലജ്ജിക്കാതെ നിൽക്കുവാൻ ഇടയായിത്തീരും. രക്ഷിക്കപ്പെടാതെ യേശു കർത്താവുമായി സ്വീകരിക്കാത്ത ആരെങ്കിലും എന്നെ ശ്രമിക്കുന്നുവെങ്കിൽ ഇതിനകത്ത് ഞാൻ പറയട്ടെ, ഈ സമയം നിങ്ങൾ കേൾക്കുന്ന സമയം യേശു ക്രിസ്തുവിനെ രക്ഷാകർത്താവുമായി സ്വീകരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നിന്റെ പാപം മോചിക്കുവാൻ. അതുകൊണ്ട് ബൈബിൾ ഞാൻ എപ്പോഴും പറഞ്ഞ വാക്യമാണത്, മറ്റൊരുത്തരിൽ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിലും ഭൂമിയിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മറ്റൊരു നാമം കൊണ്ടും രക്ഷയില്ല. ഇത് കവലെ പറയുന്ന കാര്യമാണ്. നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഇത് ശബ്ദം കേൾക്കും നിങ്ങൾ യേശു ക്രിസ്തുവിനെ രക്ഷാകർത്താവുമായി സ്വീകരിക്കണം. അല്ല എങ്കിൽ പിശാചിനും അവരുടെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യ നരകത്തിലേക്ക് പോകും. അത് യാതൊരു സംശയമില്ല. എന്നാൽ നിത്യമായ വാസം യേശു കർത്താവിന്റെ കൂടെ കർത്താവ് പറഞ്ഞു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരുത്തേണ്ടതിന് പിന്നെയും നിങ്ങൾ എന്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. ആ കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് ജീവിപ്പാനിടയായി തീരും. രാത്രിയിൽ ദൈവം നിങ്ങൾ ഇതിനായി സഹായിക്കട്ടെ. സാക്ഷികൾ പറയുവാൻ, അതേ അല്പസമയം അത് ചില കാര്യങ്ങൾ പറയുവാൻ എനിക്ക് അവസരം തന്ന ഈ മീഡിയയോടും അതുപോലെ തന്നെ കർത്താവിന്റെ പ്രദാസി തോമസിനോട് ഞാൻ പ്രത്യേകമായ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. എന്റെ കുടുംബത്തിന്റെയും എല്ലാവിധമായിരിക്കുന്ന ദൈവിക ആശംസകളും അറിയിക്കുന്നു. ഈ ശുശ്രൂഷ ശക്തമായി പോകട്ടെ, ധൈര്യമായി പോകട്ടെ. പാമ്പാടി തന്നെ എന്റെ സഹോദരങ്ങൾ അല്ലും പറഞ്ഞിട്ടുണ്ട്, സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അനേകരെ കർത്താവിൽ പ്രസിദ്ധരാക്കി തീർക്കുവാൻ കർത്താദാസിയെ കർത്താവ് ധാരാളമായി ഉപയോഗിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നിസ്സാര കാര്യമല്ല. പിശാചിന്റെ കൊമ്പൊടിച്ച സംഭവമാണിത്. പിശാചിൽ നിന്ന് നമ്മുടെ കാൽ കീഴാവുന്ന കാര്യമാണ്. അവൻ തകർക്കപ്പെട്ടവനാണ്. അവൻ പൊതിയുവാൻ പാടില്ല. നമ്മുടെ സാക്ഷ്യവചനങ്ങളുണ്ട്. നമ്മൾ അവനെ ജയിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇന്ന് രാത്രി ഞാനും എന്റെ കുടുംബവും കർത്താവിന്റെ വേദിയിൽ ശക്തരായി തീരുവാൻ ഈ സാക്ഷ്യവചനങ്ങൾ നിമിത്തം ഞാനും എന്റെ ഭാര്യ ഷാഗിനെയും മകൾ അക്സയും മകൻ രാജേഷ് മോനും കുഞ്ഞു പിതൽ നെയ്തൻ മോനും അതെ യേശു ക്രിസ്തുവിൽ ജയം പ്രാപിച്ചിരിക്കുകയാണ്. ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെയും കർത്താവിന്റെ വേദിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വിശ്വാസത്തോടെ ദാസിക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ദൈവമായി എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വയ്ക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സരളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്ററെ. അനുഗ്രഹീതമായ സാക്ഷ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. ഇത്രത്തോളം സമയം ഞങ്ങളോടുകൂടി ചെലവഴിച്ചല്ലോ. ഇനിയും മണിക്കൂറുകളെടുത്ത് ധാരാളം അനുഭവങ്ങൾ പറയുവാനുണ്ട്. എങ്കിലും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ദൈവം നടത്തിയ വിധങ്ങൾ, സുവിശേഷത്തെ കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. ഹല്ലേലൂയ. സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ജീവിതത്തിൽ 37 വർഷമായിട്ടും ഈ സുവിശേഷത്തിന് വേണ്ടി തിരുക്കോണുകളിൽ നിൽക്കുവാൻ ദൈവം കൃപ നൽകിയല്ലോ. ഇന്ന് പലരും സ്റ്റേജുകളും പല സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെ ആഗ്രഹിക്കുമ്പോൾ ഹല്ലേലൂയ, ഞാൻ വളരെ അഭിമാനം കൊള്ളുകയാണ്. കർത്താവിന് വേണ്ടി കർത്തദാസിനെ, കുടുംബത്തെ ഇത്രത്തോളം ദൈവം ഉപയോഗിക്കുന്നുവല്ലോ. ആമേൻ. പലപ്പോഴും നമുക്ക് ആമേൻ ചിന്തിക്കുമ്പോൾ വളരെ വിഷമം തോന്നും. കാറ്റും വെയിലും മഴയും ഒക്കെ അനുഭവിച്ച് ഈ വഴിയറമ്പുകളിലും മറ്റു ഇതര സ്ഥലങ്ങളിലും ഒക്കെയും കടന്നുപോയി ഈ സാക്ഷ്യങ്ങൾ പങ്കിടുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. വലിയ ആദരവുകളൊന്നും കിട്ടുന്ന ഒരവസ്ഥയൊന്നുമല്ല. എങ്കിൽ പോലും ദൈവം ഇത്രത്തോളം നടത്തിയല്ലോ, നിർത്തിയല്ലോ. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ അനേക ദുഃഖങ്ങളും വേദനകളും ഒക്കെ
ഉണ്ടാവും. കർത്താവിന് പോലും സ്വന്തം ഗ്രാമത്തിൽ വിലയുണ്ടായിരുന്നില്ല. എന്നാൽ സ്വന്തം ഗ്രാമത്തിൽ നിന്നുകൊണ്ട് ഇത്രത്തോളം സാക്ഷ്യമുള്ളവനായതുകൊണ്ടാണ് ഇത്രത്തോളം നിൽക്കുവാൻ ദൈവം ഇടയാക്കിയത്. ഇന്ന് അനേകര് ദേശം വിട്ട് ഓടുമ്പോൾ ആമേൻ കർത്താവിന് വേണ്ടി ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദേശം ദേശമായി കടന്നു പോവുകയും അപ്പോൾ തന്നെ സ്വന്തം ദേശത്ത് നിന്ന് കർത്താവിന് വേണ്ടി ഇത്രത്തോളം ശോഭിക്കാൻ ഇടയാക്കിയല്ലോ. കുടുംബമായിട്ട് കുഞ്ഞുങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് കർത്തൃവേദിയിലായിരിക്കാൻ ദൈവം ഇടയാക്കിയല്ലോ. ഈ അഭിമാന നിമിഷത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ആമേൻ നിർബന്ധത്താൽ ആമേൻ ക്രൂശ് ചുമന്ന ശീമോന്റെ മക്കളെ ആമേൻ റൂഫോസിനെയും അലക്സാണ്ടറിനെയും ദൈവം മാനിച്ചു. ഹല്ലേലൂയ. അവരും മാനിക്കപ്പെട്ട നിലയിലെത്തിയതുപോലെ കർത്തദാസനെ ഇത്രത്തോളം ദൈവം മാനിച്ചു. അത് ക്രൂശ് ചുമന്നത് കൊണ്ട് മാത്രമാണ്. ആമേൻ നിന്നെ ചുമന്ന് പാളയത്തിന് പുറത്ത് പോയത് കൊണ്ട് മാത്രമാണ്. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, അനേകരെ ഇത് തുടങ്ങും. കർത്തദാസനോടും പറഞ്ഞിരുന്നല്ലോ, ഇത് ആവേശമാ, തുടക്കത്തിലുള്ള ഒരു ആവേശമാ. എന്നാൽ ആ ആവേശം ആളിക്കത്തിയിട്ടേ ഉള്ളൂ. ഇതുവരെ അതെ തീജ്വാലയെ കെടുത്തുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. കാരണം സ്വർഗമാണ് അതിനെ അടിസ്ഥാനമിട്ടത്, സ്വർഗമാണ് അതിനെ പണിതത്, സ്വർഗമാണ് ഇന്നുവരെയും കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, സുവിശേഷത്തിന്റെ മാർഗം നശിച്ചു പോകുന്നതല്ല, സുവിശേഷം എന്ന് നിലനിൽക്കുന്നതാണ്. അത് നല്ല വിശേഷമാണ്. ആ മോശമായ വിശേഷങ്ങളെല്ലാം നശിക്കും. ലോകം അതിനെ കാലുകൊണ്ട് തൂത്തെറിയുമ്പോൾ ഈ മാർഗം ഇന്നും നിലനിൽക്കുവാൻ കാരണം നമുക്ക് വേണ്ടി പ്രാണനെ വെടിഞ്ഞ യേശുക്രിസ്തുവിന്റെ ജീവനാണ് അതിൽ കിടക്കുന്നത്. ആകയാൽ ഈ ജീവന്റെ വില ഹല്ലേലൂയ അതേ അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. ആകയാൽ സന്തോഷത്തോടെ ഈ ക്രൂശിനെ ചുമക്കുവാൻ കർത്തദാസനെ ഇതുവരെയും ദൈവം സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും ദൈവം സഹായിക്കട്ടെ. പ്രത്യേകാൽ ഞങ്ങൾ പ്രാർത്ഥിക്കും, പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ പ്രേക്ഷകരെ, നമുക്ക് ഒരു നിമിഷം കർത്തദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. തന്റെ ദാസന്റെ അനുഭവങ്ങൾ, എത്രയോ പ്രയാസങ്ങൾ, പട്ടിണികൾ, ദാരിദ്ര്യങ്ങൾ, ആ കാലഘട്ടത്തിലൊക്കെ ഇറങ്ങിയവർ ആമേൻ പലര് ഇന്ന് ഭൂമുഖത്തില്ല, പലര് ഇന്ന് കർത്താവിന്റെ വേലയിൽ തന്നെ ഇല്ല എന്ന് പറയാം. ഞാനും ഈ കാലഘട്ടത്തിൽ ഓർക്കുന്നത്, എന്നോട് കൂടി ഇറങ്ങിയ പലരും ഇന്ന് സുവിശേഷ വേലയിൽ ഇല്ല. പലരും അവര് ലോകപ്രകാരമുള്ള പല ജോലികൾക്ക് പോയപ്പോൾ ഞാനും ചിന്തിക്കും, കർത്താവ് ഇത്രത്തോളം നിർത്തിയല്ലോ. അത് മാത്രമേ ദൈവത്തിന് പറയുവാൻ നിന്നതല്ല, കർത്താവ് നിർത്തിയതാ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് നമ്മളെ നിർത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യാം. കർത്തദാസിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ അഭിഷിക്ത വൃത്തിനെ ഇത്രത്തോളം സഹായിച്ചല്ലോ. കർത്താവെ, അങ്ങയുടെ വേലയിൽ പിന്നെയും വർദ്ധിച്ചു വരുവാൻ, അവിടുത്തെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. അഭിമാനപാത്രമായി ആ മകളെയും ദൈവം എത്രത്തോളം ഉപയോഗിച്ചല്ലോ. കർത്താവ് സഹായിക്കണമേ. പ്രത്യേക കർത്താവെ, ഞങ്ങൾ കർത്താവിന്റെ ദാസൻ രാജേഷിന് വേണ്ടി പ്രാർത്ഥിക്കുക. സർജറി അറിഞ്ഞ് മെഡിക്കൽ കോളേജിലായിരിക്കുന്നുവല്ലോ. ഒരു പൂർണ്ണ വിടുതൽ കർത്താവ് കൽപ്പിക്കണമേ. അങ്ങേക്ക് ഇതിന്റെ പിൻപിലൊക്കെ വലിയ പദ്ധതികളുണ്ട് കർത്താവെ. അങ്ങ് ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്ന ദൈവമല്ല. കർത്താവ് വിടുവിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ആ മകളെയും കൊച്ചു പൈതലിനെയും ദൈവം അനുഗ്രഹിക്കണമേ. കർത്തദാസിനെ, കുടുംബത്തെ ആമേൻ തന്റെ ദാസിയെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിച്ചാട്ടെ. കർത്താവെ, ഇന്ന് ഈ സമയക്കാലം തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഞങ്ങളോടൊത്ത് പങ്കുവെച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ അങ്ങയുടെ അഭിഷിക്തനെ സഹായിച്ചാൽ അനേക വേദികൾ ഇനിയും ഒരുക്കണമേ. അനേക ഇടങ്ങളിൽ കർത്താവെ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ദൈവം ഇടയാക്കുന്നതിനായിട്ട് സ്തോത്രം. തുടർന്നും കർത്താവിന്റെ നാമത്തിന് മഹിമയ്ക്ക് വേണ്ടി ഞങ്ങൾക്കൊക്കെയും പ്രതിഫലം വീതിക്കുന്ന നാളിൽ ദൈവമേ, ആ പ്രതിഫലം വിഭജിക്കുമ്പോൾ ഞങ്ങൾ ലജ്ജിക്കപ്പെടുവാനല്ല കർത്താവെ, ഞങ്ങൾ അഭിമാനമുള്ളവരായി അവിടുത്തെ നാമത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ പ്രാപിച്ചെടുക്കുന്നവരായിരിക്കാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ലോകത്തൊന്നുമില്ല കർത്താവെ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെട്ട രക്തം, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച കഷ്ടം, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഏറ്റ നിന്ന, ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച അടികൾ ഓരോന്നും ഓർത്തുകൊണ്ട് അങ്ങയുടെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ, ഞങ്ങൾക്ക് വെച്ചു പോകുന്ന മാതൃകയെ പിൻപറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്നെ ചുമന്ന് പാളയത്തിന് പുറത്തു പോകേണ്ടി വന്നാലും, ക്രിസ്ത്യാനിയായി കഷ്ട സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കാതെ അങ്ങയുടെ നാമത്തെ ഈ ദിവസങ്ങൾ ഉയർത്തുന്നവരായി തീരുവാൻ പിന്നെയും സഹായിക്കണം. ഇത്രത്തോളം സഹായിച്ചതിന് സ്തോത്രം. ദാസനെ അനുഗ്രഹിച്ചാട്ടെ, നന്മകളാൽ നിറയ്ക്കണം.
തന്റെ ഹൃദയത്തിന്റെ എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും കർത്താവ് സാധിപ്പിക്കും. ഞങ്ങൾക്ക് ഈ ലോകത്തിൽ കർത്താവെ ഒരു ഭവനമില്ല എങ്കിലും നിത്യതയിൽ ഞങ്ങൾക്ക് വേണ്ടി കൈപ്പണിയല്ലാത്ത ആമേൻ ഒരു കെട്ടിടം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് സന്തോഷിപ്പാൻ ഇടമുണ്ട്. എല്ലാറ്റിനായിട്ടും ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ അഭിഷിക്തനെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തുതിക്കുന്നു. സകലമാനവും മുഖത്തോട് എടുക്കണമേ, യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. മറാനഥ.